അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാധ്യനായ SRP ഇവിടെയുണ്ട്. ഇന്ത്യൻ കർഷക പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള SRPയെ ഈ സംഘാടക സമിതിക്ക് വേണ്ടിക്കൊണ്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്ക് വേണ്ടിക്കൊണ്ടും ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ആദരണീയനായ സഹകരണ ടൂറിസം ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഏതാനും സമയങ്ങൾക്കകം എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ രാജശ്രീ ടീച്ചറുണ്ട്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. കഴിഞ്ഞ നമ്മുടെ യങ് സ്കോളേഴ്സ് കോൺഗ്രസിനകത്തും വളരെ സജീവമായി പങ്കെടുത്തിട്ടുള്ള നമുക്ക് മാർഗദർശിയായി കൊണ്ടുവന്നിട്ടുള്ള രാജശ്രീ ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. VK പ്രശാന്ത് MLA എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ സിദ്ദീഖ് റാബിയത്ത്, ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ് സർവീസ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് M രഞ്ജി, അതുപോലെ ഡോക്ടർ ഇക്ബാൽ സാർ ഈ കഴിഞ്ഞ യങ് സ്കോളേഴ്സ് കോൺഗ്രസിൻ്റെയും ഇതിൻ്റെയും ഒരു മാർഗദർശിയായി ഇതിൻ്റെ കണ്ടൻറ് രൂപപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ ഇതിൻ്റെ ചാർട്ട് പ്രിപ്പയർ അടക്കം തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി നമ്മളോട് സഹകരിക്കുന്ന ഇക്ബാൽ സാറുണ്ട്. ഇക്ബാൽ സാർ ഓൺലൈനായിട്ടാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ഇക്ബാൽ സാറിനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അഡ്വക്കേറ്റ് M രന്തീഷ് ഈ സ്വാഗത സംഘത്തിൻ്റെ കൺവീനറാണ്. രന്തീഷിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പേരെടുത്ത് പറയുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഈ പരിപാടിയിൽ വ്യത്യസ്ത സർവീസ് സംഘടന, അധ്യാപക സംഘടനാ പ്രതിനിധികളുണ്ട്, വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഈ പരിപാടിക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രതിനിധികളുണ്ട്. എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടിക്കൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് ഈ പരിപാടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ശ്രീ KN ബാലഗോപാലിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ 2 ദിവസം നീണ്ടുനിന്ന യൂത്ത് സമ്മിറ്റ് ഓൺ ഫ്യൂച്ചർ ഓഫ് കേരള എന്ന വളരെ പ്രസക്തമായ വിഷയത്തിൻ്റെ സമാപന സമ്മേളനമാണ് ചേരുന്നത്. ഈ 2 ദിവസത്തെ ചർച്ചകളെ സംബന്ധിച്ചുള്ള ഡിക്ലറേഷൻ ഉൾപ്പെടെ ഈ സെഷനിലാണ് ഉണ്ടാവുക. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനായ S രാമേന്ദ്രൻപിള്ള അവരുടെ ക്ഷണിക്കുന്നു. SRP സംസാരിക്കും. യോഗാധ്യക്ഷൻ സഖാവ് KN ബാലഗോപാലൻ, ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, പ്രൊഫസർ രാജശ്രീ വൈസ് ചാൻസലർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡോക്ടർ ഇക്ബാൽ ഓൺലൈനായി ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്, KN ഹരിലാൽ, BK പ്രശാന്ത് MLA, സിദ്ദീഖ് റബിയാത്ത്, വിനീഷ്, ഷഫീഖ് വടക്കൻ, ഡോക്ടർ V ശിവദാസൻ, അഡ്വക്കേറ്റ് M രന്തീഷ്, പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങളുടെ ഈ യുവജന പ്രഗത്ഭന്മാരുടെ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി വികസിപ്പിക്കുന്നതിന് വിവിധ മേഖലകളിൽ എന്തെല്ലാം കടമകളാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയമാണ് നിങ്ങൾ ചർച്ച ചെയ്തത്. തീർച്ചയായും കേരളത്തിൻ്റെ ഭാവി ഒരു വിജ്ഞാന സമൂഹം എന്ന നിലയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേടാനാവുന്ന നേട്ടങ്ങൾ
ഇത് കണക്കാക്കി വളരെ ഗൗരവപൂർണമായൊരു ചർച്ചയാണ് ഇന്നലെയും ഇന്നുമായി നിങ്ങളിവിടെ നടത്തിയത്. തീർച്ചയായും ഒരു വിജ്ഞാന സമൂഹമായി കേരള സമൂഹത്തെ വികസിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ തലമുറയുടെ ആവശ്യമാണ്. എന്താ വിജ്ഞാന സമൂഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങളോട് ചുരുക്കത്തിൽ പറയാം. അറിവ് നിരന്തരം സൃഷ്ടിക്കാൻ, വികസിപ്പിക്കാനാവണം. ആ അറിവ് പ്രചരിപ്പിക്കാൻ കഴിയണം. ആ അറിവ് നാടിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക ജീവിതത്തെ വികസിപ്പിക്കാൻ, പ്രയോജനപ്പെടുത്താനാവണം. സാധാരണഗതിയിൽ വിജ്ഞാന സമൂഹം എന്ന തരത്തിൽ പലരും കണക്കാക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ വ്യവസായങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കേന്ദ്രീകരിക്കുന്ന വ്യവസായങ്ങളുള്ള ഒരു സമൂഹം എന്ന നിലയിൽ മാത്രമാണ്. ആ നിലയിൽ മാത്രമായി ഞാനിതിനെ കാണുന്നില്ല. തീർച്ചയായും ഇത് പ്രധാനമാണ്. എന്നാൽ ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ പഴയ അറിവുകളുണ്ട്, പുതിയ അറിവുകളുണ്ട്. ഈ അറിവുകളാകെ കൃഷി, വ്യവസായങ്ങൾ, സേവനം തുടങ്ങിയ എല്ലാ മേഖലകളെയും കൂടുതൽ ഉൽപ്പാദനക്ഷമമാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു സമൂഹം കൂടിയാണ് വിജ്ഞാന സമൂഹം. ആ നിലയിൽ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ഈ അറിവുകളെയാകെ പ്രയോജനപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം പണിയെടുക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് ഒരു വലിയ വിഭാഗം വേണ്ടത്ര ഉൽപ്പാദനക്ഷമമല്ലാത്ത, അതുപോലെ പലപ്പോഴും ഉപജീവനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അനൗപചാരിക മേഖലകളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നുണ്ട്. ഈ തൊഴിലെടുക്കുന്ന സമൂഹത്തെ ഉൽപ്പാദനക്ഷമമായ മറ്റു മേഖലകളിലേക്ക് നമുക്ക് നയിക്കാനാവണം. ആ നിലയിൽ ഇതുവരെ ആർജിച്ച എല്ലാ അറിവുകളെയും കണക്കിലെടുത്ത് സമൂഹത്തിൻ്റെ പൊതുവായ സാമ്പത്തികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ വികാസത്തിന് നിരന്തരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് വിജ്ഞാന സമൂഹമായി കാണുന്നത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യനാകെ ആർജിച്ച അറിവ് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമാകാനുള്ള പ്രക്രിയയിലാണ്. ഇന്നുള്ള അറിവ് വെച്ച് നടത്തുന്ന പ്രയോഗം, കിട്ടുന്ന പുതിയ അനുഭവങ്ങൾ, അതിനെ ഉൾപ്പെടുത്തി അറിവിനെ നിരന്തരം വികസിപ്പിക്കാനുള്ള വികസനം, ഈ നിലയിൽ കൂടുതൽ കൂടുതൽ അറിവിലേക്കുള്ള പ്രയാണമാണ്. ഈ ആർജിക്കുന്നതിനെയാകെ എല്ലാ മേഖലകളിലും ഉള്ള അറിവ് സമൂഹത്തിൻ്റെ ആകെ വികാസത്തിന് നമുക്ക് പ്രയോജനപ്പെടുത്താനാവണം. ആ നിലയിൽ നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പല സ്വഭാവത്തിലുള്ള പിന്നോക്ക നിലയുണ്ട്. ഇതിനെയെല്ലാം വിജ്ഞാനത്തെ ആകെ പ്രയോജനപ്പെടുത്തി പരിഹാരം കണ്ട് പുരോഗതിയിൽ നിന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ്
ഞാൻ വിജ്ഞാന സമൂഹമായി കാണുന്നത്. ആ നിലയിൽ നമുക്ക് കേരള സമൂഹത്തെ വികസിപ്പിക്കേണ്ടതുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രംഗത്ത് വലിയ നേട്ടം നേടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൻ ചരിത്രകാരനായ യുവാൽ നോഹ് ഹരാരിയുടെ സേപ്പിയൻസ് എന്ന മനുഷ്യരാശിയുടെ ഒരു ഹ്രസ്വ ചരിത്രം എന്ന പുസ്തകം ഞാൻ വായിച്ചു. ഇപ്പോൾ പരമ്പരാഗത രീതിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തെ വിഭജിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. നമുക്കറിയാം, പലതരത്തിൽ പല ചരിത്രകാരന്മാർ സാമൂഹ്യ വളർച്ചയുടെ ചരിത്രത്തെ പല സ്വഭാവത്തിൽ വിഭജിച്ചിട്ടുണ്ട്. പ്രീ ഹിസ്റ്ററി, ക്ലാസിക്കൽ, മിഡിൽ ഏജസ്, ഏർലി മോഡേൺ ഏജ്, മോഡേൺ എറ എന്നൊക്കെ ചിത്രീകരിക്കുന്നതുണ്ട്. പ്രാകൃതഘട്ടം, അടിമ ഉടമ വ്യവസ്ഥ, നാട്ടുവാഴിത്ത വ്യവസ്ഥ, മുതലാളിത്ത വ്യവസ്ഥ, പിന്നീട് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ വിഭജനം. ഇദ്ദേഹം മറ്റൊരു തരത്തിലാണ് ചരിത്രത്തെ വിഭജിച്ചത്. ഏതാണ്ട് ഒരു 70,000 കൊല്ലങ്ങൾക്ക് മുമ്പ് കോഗ്നിറ്റീവ് റെവല്യൂഷൻ നടന്നു, അറിവ് സംബന്ധിച്ചുള്ള റെവല്യൂഷൻ നടന്നു. അതിനുശേഷമാണ് മനുഷ്യൻ്റെ ചരിത്രം. 12,000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൃഷിയുടെ വിപ്ലവം നടക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 1500 ഇപ്പം ചരിത്രത്തിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും വർഷങ്ങൾ. ഏതാണ്ട് ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ശാസ്ത്രത്തിൻ്റെ വിപ്ലവം നടന്നത്. ഇന്നിപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ വിപ്ലവഘട്ടത്തിൽ, ശാസ്ത്രവിജ്ഞാന വിപ്ലവഘട്ടത്തിൽ ഉള്ള നേട്ടങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും മനുഷ്യ സമൂഹം വലിയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1500-ൽ അന്നത്തെ ജനസംഖ്യ ലോകത്താകെ ഏതാണ്ട് 50 കോടി ആളുകൾ മാത്രമാണ്. ഇന്നിപ്പോൾ 700 കോടിയായി എന്ന് പറഞ്ഞാൽ 500 കൊല്ലക്കാലം കൊണ്ട് ജനസംഖ്യ 14 ഇരട്ടി വളർന്നു. ഈ പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി, അതാണ് ജനസംഖ്യാ വർധനവിനും കാരണം. അതുമാത്രമല്ല, ഉൽപാദന രംഗത്തെ വളർച്ച 240 ഇരട്ടിയാണ്. ഊർജരംഗത്തെ വളർച്ച 115 ഇരട്ടിയാണ്. അതിന് മുമ്പെങ്ങും സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് അറിവിൻ്റെ ഈ പുതിയ കുതിച്ചുചാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തിന് നേടാനായി എന്നതാണ്. ഇപ്പോൾ പഴയ വാനരൻ നരനായി മാറി. അത് ഇപ്പോൾ എംഗൽസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം, ഒരു ലഘു അധ്യായമുണ്ട്. അധ്വാനം എങ്ങനെ വാനരനെ നരനാക്കി. ചുറ്റുപാടിനെ പറ്റി പഠിച്ച്, ചുറ്റുപാടിനെ അറിവ്, ചുറ്റുപാടിൽ മാറ്റം വരുത്തി, ചുറ്റുപാടിനെ പ്രയോജനപ്പെടുത്തി. ഇന്നിപ്പോൾ ഈ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ സർവശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇന്നിപ്പോൾ ഓടാനും ചാടാനും പറക്കാനും നീന്താനും വെള്ളത്തിൻ്റെ അഗാധതയിലേക്ക് മുങ്ങാനും ദൂരെയുള്ളത് കാണാനും ദൂരെയുള്ളത് കേൾക്കാനും എല്ലാ ജന്തുക്കളെക്കാട്ടിലുമുള്ള കഴിവ് ഈ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മനുഷ്യൻ ആർജിച്ചു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. അതുമാത്രമല്ല,
ഇപ്പോൾ സംഹാരത്തിൻ്റെ കാര്യത്തിൽ വലിയ കരുത്തല്ലേ ആർജിച്ചിരിക്കുന്നത്. ആറ്റം 1945 അത് പൊട്ടിച്ചത്. ഇന്നിപ്പോൾ ആ രംഗത്തും സംഹാരത്തിൻ്റെ രംഗത്തും മനുഷ്യൻ്റെ കരുത്ത് വൻതോതിൽ വളർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ഈ ശാസ്ത്രരംഗത്തെ വളർച്ച, അറിവിൻ്റെ വളർച്ച ഗുണപരമായ ഒരു പുതിയ കുതിച്ചുചാട്ടത്തിലേക്ക് എത്തുന്നു എന്നതാണ്. അതിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. എന്താ ഇതുവരെയുള്ള ജീവജാലങ്ങളുടെ വളർച്ച അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള നിശ്ചിതമായ പരിധിക്കുള്ളിലായിരുന്നു. ഇപ്പം നാച്ചുറൽ സെലക്ഷൻ. ഇന്ന് മനുഷ്യൻ്റെ കരുത്ത് ഇൻ്റലിജൻ്റ് ഡിസൈനിലേക്ക് മനുഷ്യൻ്റെ വിജ്ഞാനരംഗത്തെ വളർച്ച എത്തുന്നു എന്നതാണ്. ജീവജാലങ്ങളെ തന്നെ പുതുതിനെ സൃഷ്ടിക്കാൻ ഇന്നുവരെ നാച്ചുറൽ സെലക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. നിരവധി കോടി കൊല്ലങ്ങളായി. എന്നാൽ ഈ പുതിയ ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ, അറിവിൻ്റെ സഹായത്തോടെ ആ ലാസ് ഓഫ് നേച്ചർ, നാച്ചുറൽ സെലക്ഷൻ്റെ ലാസിൽ ഇന്നിപ്പോൾ ഇൻ്റലിജൻ്റ് ഡിസൈൻ, ബുദ്ധിപരമായ ഈ രചന, അതിനുള്ള സാധ്യതകൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ 3 തരത്തിലാണ് ഇതിനെപ്പറ്റി സാധാരണഗതിയിൽ പറയാറുള്ളത്. ഒന്നിപ്പോൾ ബയോളജിക്കൽ എഞ്ചിനീയറിങ്, ജനറ്റിക്കൽ എഞ്ചിനീയറിങ്. ഈ കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തിനിടയിൽ എന്ത് വലിയ പുരോഗതിയാണ് ആ മേഖലയിൽ മനുഷ്യൻ ആർജിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ആധുനികം കഴിഞ്ഞ 5-6 കൊല്ലക്കാലത്തിനിടയിൽ CRISPR, ക്രിസ്പർ Cas9 ജനറ്റിക് DNA സീക്വൻസിൽ എഡിറ്റ് ചെയ്യാനുള്ള ത്രാണി മനുഷ്യൻ ആർജിച്ചിരിക്കുന്നു എന്നതാണ്. അത് പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ, പുതിയ സ്വഭാവങ്ങൾ സൃഷ്ടിക്കാൻ അത് മനുഷ്യൻ്റെ വിജ്ഞാനം ആർജിച്ചു കൊണ്ടിരിക്കുന്നു, അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ നിലയിൽ നാച്ചുറൽ സെലക്ഷനിൽ നിന്ന് ഇൻ്റലിജൻ്റ് ഡിസൈനിലേക്കുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഈ അടുത്ത കാലത്ത് വിജ്ഞാനത്തിൻ്റെ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുപോലെ സൈബോർഗ് എഞ്ചിനീയറിംഗ്. സൈബോർഗ്സ് എന്നാൽ ജൈവഭാഗങ്ങളും ജൈവേതര ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്തുള്ളതാണ്. അത് വലിയ നിലയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുപോലെ ജൈവേതര മേഖലകളിലെ എഞ്ചിനീയറിംഗ്, ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ഇവിടെ ഉണ്ടാവും. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുണ്ട്. ഇന്നിപ്പോൾ പ്രോഗ്രാമിംഗ് വഴി, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി സ്വതന്ത്രമായ വികാസം, മെഷീൻ ലേണിംഗ് മേഖലയിലെ വികാസം, സ്വയം വികാസം നേടുന്ന പുതിയ അറിവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കഴിവ് സ്വയം ആർജിക്കുന്ന തരത്തിൽ ഇന്ന് ഈ കമ്പ്യൂട്ടർ മേഖലയിൽ ജൈവേതര വിഭാഗങ്ങളിൽ വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ആ നിലയിൽ ഈ കഴിഞ്ഞ 10-50 കൊല്ലക്കാലത്തിനിടയിൽ, കഴിഞ്ഞ 500 കൊല്ലക്കാലം നോക്കണ്ട, ഈ കഴിഞ്ഞ 50 കൊല്ലക്കാലത്തിനിടയിൽ പുതിയൊരു കുതിച്ചുചാട്ടമാണ് അറിവിൻ്റെ മേഖലയിൽ. ഇനി ഒരു പക്ഷേ 50 കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വരില്ല. ഒരു അടുത്ത ദശകത്തിൽ ഇതിനേക്കാൾ പുതിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക്
മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കും അറിവിൻ്റെ വികാസത്തിൻ്റെ കാര്യത്തിൽ. ആ നിലയിൽ ഈ അറിവിൻ്റെ വികാസം, വിജ്ഞാനത്തിൻ്റെ വികാസം അനന്തമായ സാധ്യതകളെയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. ഈ സാധ്യതകളെയാകെ നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം. ഈ സാധ്യതകളെയാകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവൂ, നാളെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും, ലോകത്തോടൊപ്പം നീങ്ങാനും ഇത് വളരെ പ്രധാനമാണ്. ഇപ്പം മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, 6000-8000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആണ് സിവിലൈസേഷൻസ്, മെസൊപ്പൊട്ടോമിയ, ഇറാഖ്, സിറിയ, ടർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഹരപ്പ സിവിലൈസേഷൻ, ഈജിപ്തിലെ സംസ്കാരം, അതുപോലെ മെക്സിക്കോ, ഗാട്ടിമാല, എൽ സാൽവദോർ, ഹോണ്ടുറാസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മായൻ സിവിലൈസേഷൻ, പിന്നെ ചൈനീസുണ്ട്, ഗ്രീക്കുണ്ട്, പെർഷ്യനുണ്ട്, റോമനുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിലൊന്നുമല്ല ഈ സയൻറ്റിഫിക് റവല്യൂഷൻ നടന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഈ അറിവിൻ്റെ, അതിൻ്റെ പ്രയോഗത്തിൻ്റെ വളർച്ച നടന്ന ഈ പ്രദേശങ്ങൾ ഇന്നിപ്പോൾ പുറകോട്ട് മാറി, അല്ലെങ്കിൽ പുറകോട്ട് മാറി എന്ന് പറയാനൊക്കത്തില്ല, അവരെ കവച്ചു വെച്ചുകൊണ്ട് പുതിയ മേഖലകൾ കടന്നു വന്നു. ഈ പഴയ സിവിലൈസേഷന് ശേഷം ലോക ചരിത്രം പരിശോധിച്ചാൽ നിരവധി സാമ്രാജ്യത്വങ്ങൾ ലോകത്ത് ഉയർന്നു വന്നത് കാണാം. ഇന്ത്യയിലും മറ്റ് വിവിധ രാജ്യങ്ങളിൽ ഞാൻ പോകുന്നില്ല. അന്നെല്ലാം ഇന്നിപ്പോൾ ഈ ശാസ്ത്ര വിപ്ലവത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്ന ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള ആ യൂറോപ്യൻ മേഖല എവരോടൊപ്പം എത്തിയിരുന്നില്ല അന്ന്. ഇപ്പോഴാണ് യൂറോപ്പ് ഈ ശാസ്ത്രത്തിൻ്റെ നേതാക്കന്മാരായി, ലോകത്തിൻ്റെ നേതാക്കന്മാരായി, വിജ്ഞാനത്തിൻ്റെ നേതാക്കന്മാരായി ഇന്നത്തെ കടന്നു വന്നത്. ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ രാജ്യങ്ങളിലും ഈ മനുഷ്യൻ്റെ അറിവ്, അതിൻ്റെ പ്രയോഗം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നേടുന്ന വികാസം അടിവെച്ചൊരു രീതിയിലല്ല, വേവ്സാണ്. ഇന്നത്തെ ഈ പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നോക്കം പോകാം. അങ്ങനെ സംഭവിക്കരുത്. ആ നിലയിൽ ഈ വിജ്ഞാന രംഗത്തെ ഈ വലിയ വികാസത്തിൻ്റെ അനന്തമായ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തി ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നമ്മുടെ കേരള സമൂഹത്തെ തുടർച്ചയായി വികസിക്കുന്ന ഒരു സമൂഹമാക്കി നമുക്ക് വളർത്തി തീർക്കാനാവണം. ഇതിൽ ഈ അറിവിൻ്റെ വികാസത്തെ പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള ഒരു ശാസ്ത്രീയ വീക്ഷണവും ആ നിലയിലുള്ളൊരു പ്രതിബദ്ധതയും വളരെ പ്രധാനമാണ്. അതിൽ ഇടതുപക്ഷങ്ങൾ, വിശേഷിച്ച് ഇടതുപക്ഷങ്ങളിലെ മാർക്സിസ്റ്റ് വിഭാഗം ഈ ശാസ്ത്രത്തിൻ്റെ വികാസം അങ്ങേ അറ്റം പ്രതിബദ്ധതയുള്ള വിഭാഗമാണ്. ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ് എന്താ അവരുടെ ശാസ്ത്രത്തോടുള്ള സമീപനം? തികഞ്ഞ അശാസ്ത്രീയമായ സമീപനമാണ്, അന്ധവിശ്വാസങ്ങളുടെ സമീപനമാണ്. അവർ പറഞ്ഞ ജൽപ്പനങ്ങളാകെ ഞാനിവിടെ പറയുന്നില്ല. പഴയ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ധൃതരാഷ്ട്രർ, മഹാഭാരതം കഥ നിങ്ങൾക്കെല്ലാം അറിയാം. അന്ധനാണ്. അദ്ദേഹത്തോട് കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് സഞ്ജയൻ
അകലെ ഇരുന്നിട്ട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ധൃതരാഷ്ട്രരോട് സഞ്ജയന് വിവരിക്കാൻ കഴിഞ്ഞത് അന്ന് ഇൻ്റർനെറ്റും വീഡിയോ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ് എന്ന്. ഒരു സാധാരണക്കാരനല്ലേ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. അതുപോലെ ഗണപതി, അന്ന് പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നാണ്. മനുഷ്യൻ്റെ ശരീരം, ആനയുടെ തല അന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇതുണ്ടായത് എന്നാണ് ചിത്രം. അതുപോലെ കൗരവർ, നമുക്കറിയാം മഹാഭാരതം കഥ, ഗാന്ധാരി, വ്യാസൻ്റെ അവർക്ക് നൽകിയ ആശ്വാസം. പക്ഷെ അവർ പ്രസവിച്ചതൊരു മാംസപിണ്ഡമാണ്. വ്യാസനെ വീണ്ടും വിളിച്ചു. വ്യാസൻ പറഞ്ഞു, 100 ഭരണി എടുക്കുക, നെയ്യ് നിറയ്ക്കുക, ഇതിൽ കഷ്ണമാക്കിയിടുക. അങ്ങനെയാണ് കൗരവന്മാരുണ്ടായത്. മഹാഭാരത മിത്തോളജി, ഇന്ത്യൻ മിത്തോളജി എങ്ങനെയാണ് പറയുക? ഇതിനെപ്പറ്റി എന്താ അവരുടെ ചിത്രീകരണം? ടിഷ്യൂ കൾച്ചർ അന്നേ ഡെവലപ്പ് ചെയ്തിരുന്നു ഇന്ത്യയിൽ എന്നാണ്. സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് അന്നേ അറിയാമായിരുന്നു എന്നാണ്. അതുപോലെ അന്ന് വിമാനത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത്യാധുനികമായ വിമാനങ്ങൾ അന്നുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഗോളാന്തര യാത്ര നടന്നിരുന്നു. എന്തബദ്ധമാണ് ഇവരൊക്കെ പ്രേരിപ്പിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യ നോക്കാം, ഗ്രീക്ക് നോക്കാം, ചൈന നോക്കാം, മയൻ, ആ കാലത്തെ മിത്തോളജി നോക്കിയാൽ എല്ലാ രാജ്യത്തും ഇത്തരം കഥകളുണ്ട്. ഇപ്പം ഗ്രീക്കിൽ പെഗാസസ്, മനുഷ്യ ശരീരവും കുതിരയും ഒരുമിച്ചുള്ളതാണ്. മനുഷ്യൻ്റെ അന്നത്തെ ഭാവന, ആ ഭാവനയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിറക് വിരിച്ചു പറന്ന് ഇതുപോലെ പലതിലും മനുഷ്യൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത് അത് ശാസ്ത്ര വളർച്ചയെ സഹായിക്കുന്ന ഒരു സമീപനമല്ല. ഇപ്പം ഞാൻ കേട്ടു UGC ഒരു ടെസ്റ്റ് നടത്തുന്നു എന്നതാണ്. അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു, ഇല്ലേ? മാറ്റിവെച്ചു. അതെ, പശുവിൻ്റെ ദിവ്യത്വത്തെപ്പറ്റി പഠിക്കാൻ, റേഡിയോ ആക്ടിവിറ്റി ഇതിൻ്റെ കൗഡങ്ങിന് പരിഹരിക്കാനാവുമെന്നാണ്. ഗോമൂത്രം കഴിച്ചാൽ കോവിഡിനെ നിയന്ത്രിക്കാനാവുമെന്ന് പ്രസംഗിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. അതിന് ഈ ഒരു അശാസ്ത്രീയമായ അപ്രോച്ച് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ വലിയ വിജയമാണ്. ഇൻ്റലിജൻ്റ് ഡിസൈനിലേക്ക് മനുഷ്യനെത്തി ഈ കാലത്താണ്. തികഞ്ഞ അന്ധവിശ്വാസം, അശാസ്ത്രീയമായൊരു സമീപനം ഇതിനെ നേരിട്ടുകൊണ്ട് മാത്രമേ ശാസ്ത്രം, യുക്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളെയാകെ സമീപിക്കുന്ന ഒരു അവബോധം വളർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും. ഇന്നിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വിജ്ഞാന സമൂഹത്തിന്, അതിൻ്റെ വികാസത്തിന് പരമാവധി പ്രാധാന്യം നൽകി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ്. ഇന്നലെ ഐസക് ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, ഇന്ന് സഹകരണ വകുപ്പ് മന്ത്രി ഇവിടെയുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ഈ കേരള സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി വളർത്തുക ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടെ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തയ്യാറാക്കിയ അവരുടെ പെർസ്പെക്റ്റീവ് പ്ലാൻ കണ്ടു. 2014 2030 പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ടന്ന് തയ്യാറാക്കിയ ഒരു രേഖയാണ്. ആ രേഖയ്ക്കകത്തും അവർ നോളജ് സൊസൈറ്റിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ആ നോളജ് സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തി വികസിപ്പിക്കേണ്ടതായിട്ടല്ല അതിൻ്റെ കാഴ്ചപ്പാട്. സംരംഭകരുടെ ജോലിയാണ്. തീർച്ചയായിട്ടും സംരംഭകർക്ക് വലിയൊരു പങ്കുണ്ട്, പ്രയോജനപ്പെടുത്തണം. പക്ഷേ സമൂഹം, ഗവൺമെൻറ്
അതാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഇന്നിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഒരു വിജ്ഞാന സമൂഹ വളർച്ചയ്ക്ക് ആവശ്യമായ ഒട്ടനവധി ഘടകങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ട്, പ്രയോജനപ്പെടുത്താനാവുമെന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ ശക്തമായ ഒരു സ്കൂൾ വിദ്യാഭ്യാസമാണ്. അതുമാത്രമല്ല, നമ്മുടെ പൗരസമൂഹം ശാസ്ത്രം, യുക്തി ഇക്കാര്യത്തിലൊക്കെ പ്രാധാന്യം നൽകുന്ന വിപുലമായ ഒരു സിവിൽ സമൂഹമുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. എന്നാൽ ഇനിയും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേരളത്തിന് ആവശ്യമാണ്. ഇനിയും കേരളം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ നേട്ടം നേടേണ്ടതായുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും ശാസ്ത്ര സാങ്കേതിക രംഗവും ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചുവട് പിടിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു വലിയ പങ്ക് നിർവഹിക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ധനസഹായം അതുണ്ടാവുന്നില്ല. എന്നിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രയോഗക്ഷമമായ കാര്യങ്ങൾ, ഈ ഗവേഷണം, ടെക്നോളജി ഊന്നുന്നതോടൊപ്പം അടിസ്ഥാന ഗവേഷണ വിഷയത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അതിനെല്ലാം വലിയ സാധ്യതകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇപ്പോൾ ഒട്ടേറെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്, ഒട്ടേറെ ഗവേഷണശാലകളുണ്ട്. 3-4 ഡസനോളം വരുമെന്നാണ് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പ്രയോജനപ്പെടുത്തിയ. ഇത് കൂടുതൽ കാര്യക്ഷമമാക്കി പ്രയോഗക്ഷമമായ മേഖലകളിൽ, അതുപോലെ അടിസ്ഥാന ഗവേഷണ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെതായ സംഭാവന ഈ മേഖലകളിൽ കൂടുതലായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ സാധ്യതകൾക്കൊത്ത് എത്തിയോ എന്നത് എനിക്ക് സംശയമാണ്. ആ സാധ്യതകൾക്കൊത്ത് എത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നതാണ്. തീർച്ചയായും ഇക്കാര്യങ്ങളിൽ ജനങ്ങളുടെ വർദ്ധിച്ച തോതിലുള്ള ഇടപെടലിനെ സഹായിക്കാനാണ് നിങ്ങൾ ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമൂഹത്തിലാകെ ഒരു പുതിയ അവബോധം ഈ ആവശ്യകത സംബന്ധിച്ചുണ്ടാവേണ്ടിയിരിക്കുന്നു. കാരണം ആ സാമൂഹ്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുന്നത്. തീർച്ചയായും നിങ്ങൾ ഇന്നലെയും ഇന്നേയും നടത്തിയ ഈ ചർച്ച ഈ ഒരു പുതിയ അവബോധം ശാസ്ത്ര സാങ്കേതിക രംഗത്തും മറ്റു മേഖലകളിലും പുതിയ കൂടുതൽ നേട്ടങ്ങൾ നേടേണ്ട എന്നൊരു പുതിയ അവബോധം സൃഷ്ടിക്കാൻ ഉപകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു ശ്രമം നടത്തിയതിന് യുവ പ്രഗത്ഭരായ നിങ്ങളെയാകെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ നിലയിൽ ഈ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തികച്ചും ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും കരുത്താർജിക്കുകയും ആ നിലയിൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ളൊരു സമൂഹ സൃഷ്ടിക്ക് വളരെ പ്രധാനമാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനങ്ങൾ.
വേദിയിലുള്ള SRP, ബഹുമാനായ മന്ത്രി, നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, പ്രിയപ്പെട്ട MLA, പ്രിയമുള്ള മറ്റ് സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട 2 ദിവസത്തെ ഈ സെഷൻ്റെ സമാപന പരിപാടികളിലേക്ക് പോവുകയാണ് നമ്മൾ. റിപ്പോർട്ടും ഡിക്ലറേഷനും 2 ദിവസത്തെ പേപ്പറുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഡിക്ലറേഷനും കഴിഞ്ഞിട്ടാണ് മറ്റ് പ്രസംഗങ്ങൾ. 2 ദിവസം നീണ്ടു നിന്ന ഈ സെഷനിൽ 25 പേപ്പറുകളാണ് അവതരിപ്പിച്ചതെന്ന് സ്വാഗത പ്രാസംഗികൻ തന്നെ പറഞ്ഞു. SRP എന്താണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയും ഈ ജ്ഞാന മണ്ഡലത്തിലെ കേരളത്തിൻ്റെ സാധ്യതകളെപ്പറ്റിയും ഇവിടെ വിശദീകരിച്ചും ലോകത്ത് അതിവേഗം വരുന്ന മാറ്റങ്ങളെപ്പറ്റിയും ലോകത്താകെ മനുഷ്യ സമൂഹം ആർജിച്ചു വന്നത് അവൻ്റെ വിജ്ഞാനം എങ്ങനെയാണ് സമൂഹത്തെ മാറ്റിമറിച്ചതെന്നും ഇനി എന്തൊക്കെ സാധ്യതകളാണെന്നുള്ളതും ചുരുക്കി പറഞ്ഞു. കേരളത്തിന് ഏത് കാലത്തും ലോക ഭൂപടത്തിൽ നമ്മുടെ പലതരത്തിലുള്ള അറിവ് നമ്മുടെ വികസനത്തിന് സഹായമായിട്ടുണ്ട്. ഒരു 100 വർഷം മുമ്പ് എടുത്താൽ തന്നെ ഏറ്റവും വലിയ പ്രവാസി ജനസംഖ്യ ഉള്ള നാടുകളിലൊന്നാണ്. രാജ്യങ്ങളെന്ന് തന്നെ പറയാം. അന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് പ്രദേശമായിരുന്നു ഇന്നത്തെ കേരളം. ആദ്യകാലത്ത് തൊഴിലാളികളും അത് കുറച്ച് ടെക്നിക്കൽ സ്കിൽഡായിട്ടുള്ള ആളുകളും, അതിനുശേഷം പിന്നീട് ഗൾഫ് ബൂമിൻ്റെയൊക്കെ കാലം വന്നപ്പോൾ ടെക്നിക്കൽ നോളജ് ഉള്ളവരും ലേബറിനേക്കാളും കൂടുതൽ അല്പം കൂടി സാധാരണ ലേബറിനേക്കാളും ടെക്നിക്കൽ ലേബറുള്ള ആളുകളുമെല്ലാം ധാരാളമായി പുറത്തേക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ആധുനികമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന്, പ്രവർത്തിപ്പിക്കുന്നതിന് ഗവേഷണ സ്ഥാപനങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന, ലോകത്താകെ അയക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊച്ചു കേരളം. ഇന്ന് ലോകത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ കാരണം എല്ലാവരും പുറത്തേക്ക് പോകേണ്ട, ഇവിടെ ഇരുന്ന് തന്നെ ഈ കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നാം എത്തുകയാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സജീവമായി ചർച്ച ചെയ്യുവാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്താ പദ്ധതിക്ക് രൂപം കൊടുക്കുവാനും ഈ സബ്മിറ്റ് സഹായകരമായി എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ വികസനത്തെ ഒരു എക്സ്ക്ലൂസീവായിട്ടല്ല, ഇൻക്ലൂസീവായിട്ട് തന്നെ കാണണം എന്നുള്ള കാഴ്ചപ്പാട് ഈ സെമിനാറിൽ പങ്കെടുത്ത, ഈ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവർക്കുണ്ട്. വലിയ തോതിലുള്ള ടെക്നോളജിയുടെ വികസനം എങ്ങനെയാണ് ലേബറിനെ ബാധിക്കുക, ഒരു പ്രത്യേക സെഷൻ ഉണ്ടായിരുന്നു. ടെക്നോളജിയുടെ സാധ്യതകൾ എങ്ങനെയാണ് എഡ്യൂക്കേഷനെയും ഹെൽത്തിനെയും സമ്പുഷ്ടമാക്കുക, അതേപോലെ തന്നെ അതിൻ്റെ മറുവശം എന്ന നിലയിൽ ക്ലാസ് മുറികളിൽ അധ്യാപകരില്ലാത്ത, ഡ്രൈവർമാർ ഓടിക്കാത്ത കാറുകളുള്ള, അധ്യാപകരെ വേണ്ടാത്ത, ക്ലാസ് മുറികൾ തന്നെ വേണ്ടാത്ത ഒരു ലോകക്രമമല്ല അത്. ഓരോ മേഖല എടുത്താൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരൊന്നും വേണ്ട, ഏറ്റവും ആധുനികമായ റോബോട്ട് സംവിധാനം ഉപയോഗിച്ചാൽ 10-25 കോടി രൂപയുടെ റോബോട്ടുകൾ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങി. ആ റോബോട്ട് നമ്മുടെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ഏറ്റവും കൃത്യമായി ഓപ്പറേഷൻ ചെയ്യുന്ന അത്തരം റോബോട്ടുകൾ വന്നാൽ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരും സംവിധാനവും ഉൾപ്പെടെ മയോ ക്ലിനിക്കിൽ നിന്നോ മറ്റ് ക്ലിനിക്കിൽ നിന്നോ വരുന്നതിൻ്റെ മാത്രം ഒരു സെക്കൻഡറി ഫോഴ്സായിട്ട് നിൽക്കേണ്ട തരത്തിലേക്ക് ഉൾപ്പെടെ വലിയ വികസനം വരുന്നു. ആ വികസനം പുതിയ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും വേണം എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് പറയുന്നു. ആളുകൾക്ക് പരമാവധി ഈ നേട്ടങ്ങൾ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസനമാണ് വേണ്ടത് എന്നുള്ള ചർച്ചകളാണ് പൊതുവിൽ വന്നത്. വികസനം വേണം, നല്ല നേട്ടങ്ങൾ വേണം, പുതിയ കണ്ടുപിടുത്തങ്ങൾ വേണം. അങ്ങനെ വളരെ ഗൗരവതരമായ ചർച്ചകളാണ് ഇവിടെ നടന്നത്. അതിനകത്ത് SRP പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ കാര്യമായ ഇടപെടൽ കേരളത്തിൽ വേണം എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ കൂടി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ അടിവരയിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ സാമാന്യ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് മാറി എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. നിലവാരമുള്ള സ്കൂളുകൾ, ലോകോത്തരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഉള്ളത് തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ തന്നെ അവരുടെ മുൻകൈയെടുത്ത് അത്തരം സ്കൂളുകൾ നടത്തുന്നതിൻ്റെ അനുഭവം നമുക്കുണ്ട്. നടക്കാവ് സ്കൂൾ പോലെയുള്ള പല സ്കൂളുകൾ, തിരുവനന്തപുരത്ത് തന്നെ ചാലയിലും മറ്റും ആദ്യം ആരംഭിച്ച സ്കൂളുകൾ. ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളും അത്തരം സംവിധാനങ്ങളും വരുമ്പോൾ 4 കോടിയും 5 കോടിയും ഒരു കാലത്ത് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിക്കുവാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകൾ മാത്രമല്ല, ധാരാളം പ്രാക്ടിക്കലായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനവും അതിൻ്റെ ഗുണവും സാധാരണക്കാർക്ക് കിട്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ധാരാളം ഇടപെടലുകൾ ആവശ്യമുണ്ട്. അതിന് നാന്ദി കുറിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ സർവകലാശാലകളും നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളും കോളേജുകളും എല്ലാം പുതിയ തരത്തിൽ കൂടുതൽ സൗകര്യം ഉണ്ടാകണം എന്നാലോചിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. 1000-ലധികം വേക്കൻസികളാണ് കോളേജ് അധ്യാപക വേക്കൻസികൾ. എത്രയോ കാലത്തിന് ശേഷം 1000-ലധികം കോളേജ് അധ്യാപക വേക്കൻസികളാണ് ഇപ്പോൾ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ അനുവദിച്ചത്. ഇപ്പോൾ അനുവദിച്ച് കോഴ്സുകൂടെ അനുവദിച്ച് വന്ന കണക്ക് നോക്കുമ്പോൾ 1000-ൽ നിൽക്കില്ല, 1500-ലേക്ക് വേക്കൻസികൾ പോകും. ആകെ 10,000-ഓളം അധ്യാപകർ മാത്രമുള്ളൊരു മേഖലയിൽ 1500-ഓളം പുതിയ കോളേജ് അധ്യാപക വേക്കൻസികൾ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സർവകലാശാലകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന വേക്കൻസികൾ പരമാവധി ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. അപ്പോൾ ആ കാഴ്ചപ്പാട് കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കേരളത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും പ്രധാനം ഇത്തരമൊരു രാഷ്ട്രീയമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ നേരത്തെ ഇന്നലെ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ചടങ്ങിൽ പറഞ്ഞതുപോലെ ഉറപ്പാണ് വികസനം, ഉറപ്പാണ് ഇടതുപക്ഷം എന്നുള്ള കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ സെഷൻ വെക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമെന്നും കരുതിയില്ല. ആകസ്മികമായിട്ടാണ് ആ ഡേറ്റുകൾ വന്നത്. ആ സമയത്താണ് നമ്മളിവിടെ ചേരുന്നത് എന്നേ ഉള്ളൂ. കേരളത്തിൻ്റെ ഭാവിക്ക് കൃത്യമായ ലക്ഷ്യമുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ മുന്നണിയും എല്ലാം വേണമെന്നുള്ള കാര്യം കൂടി മനസ്സിലുണ്ടാകണം എന്നാണ് വ്യക്തിപരമായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സെഷനുകളുടെ ഗുണം ഇവിടെ പങ്കെടുക്കുന്നവർ അടുത്ത 10, 25, 30, 40 കൊല്ലം കേരള സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ലോകത്തും നിങ്ങളുടെ അറിവും കഴിവും പ്രകടിപ്പിക്കേണ്ടവരാണ്. മനുഷ്യനെ മറക്കാത്ത വികസനം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട, ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട പുതിയ തലമുറയായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ 2 ദിവസത്തെ സെഷനുകളിൽ അവതരിപ്പിച്ച പൊതുവായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഡിക്ലറേഷൻ അവതരിപ്പിക്കുന്നതിനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സാഹു ഡോക്ടർ വി ശിവദാസനെ, ജനറൽ കൺവീനറാണ്, ഡോക്ടർ വി ശിവദാസനെ ക്ഷണിക്കുന്നു. ഓൺലൈനിലാണ് അവതരണം, സ്ക്രീനിങ് ഫ്രണ്ടിലാണ്. അല്പം പുറകോട്ട് വെക്കാൻ പറ്റുമോ? ചർച്ചയില്ലല്ലോ, സ്ഥലം മാറ്റാൻ പ്രിയപ്പെട്ടവരെ, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും കാർഷിക പ്രശ്നങ്ങളിൽ ശാസ്ത്രീയമായി കാര്യങ്ങളെ വിശകലനം ചെയ്ത് നമ്മുടെ തലമുറക്ക് ശരിയായ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ SRP വേദിയിലുള്ള കടകംപള്ളി സുരേന്ദ്രൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആദരണീയ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ റിപ്പോർട്ട് എന്ന നിലയിൽ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 2 ദിവസമായി, ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള ഈ യൂത്ത് സബ്മിറ്റിന്റെ വിവിധ സെഷനുകളിൽ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തു വന്നതിനൊപ്പം കേരളത്തിലെ യുവ സ്കോളർമാരായിട്ടുള്ള 296 ആളുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്ന നിലയുണ്ടായി. പങ്കാളിത്തം വലിയ നിലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് സംഘാടകർ എന്ന നിലയിൽ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം കോവിഡിൻ്റെതായ പശ്ചാത്തലത്തിൽ വലിയ പങ്കാളിത്തം പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് സാറിന്റെ ഉൾപ്പെടെയുള്ള ഉപദേശങ്ങളെല്ലാം മാനിച്ചാണ് ഈ പരിപാടികളാകെ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഉദ്ഘാടന സെഷന് ശേഷം 4 പാരലൽ സെഷനുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് സംഘാടകർ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഈ ചടങ്ങിന് വേണ്ടി കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ MA ബേബിയെ ക്ഷണിക്കുന്നതിന് വേണ്ടി പോയപ്പോ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവും, വേദിയിൽ ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാളേറെ ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബേബി ഞങ്ങളോട് പറയുകയുണ്ടായി. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള ബേബി ഉൾപ്പെടെയുള്ള ഒരു വലിയ അക്കാഡമിക് നിര വിദ്യാർത്ഥികളോട് ഇടപെടാനും ആ യുവ സ്കോളർമാരുമായി തങ്ങളുടെ വീക്ഷണങ്ങൾ പങ്കുവെക്കാനും കേൾക്കാനും കാണിച്ചിട്ടുള്ള ആ സമീപനം ഈ യുവ സ്കോളർമാരെ ആകെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഐസക്കും മറ്റ് പ്രഗത്ഭരായിട്ടുള്ള മറ്റാളുകളും ഒക്കെ ആ നിരയിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ, കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, ഈ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പാരലൽ സെഷനിൽ പങ്കെടുക്കുകയും കൾച്ചറും വികസനവുമായിട്ടുള്ള അതിന്റെ വിവിധ വഴികളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന സെമിനാറിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സാബു തോമസ്, ഈ രാജീവ്, കേരളത്തിന്റെ ആസൂത്രണ
പ്രക്രിയക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന വൈസ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ VK രാമചന്ദ്രൻ, മൃദുൽ ലിബൻ, KN ഗണേഷ്, അതുപോലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സജീവ് ഗോപിനാഥ്, KN ബാലുഗോപാൽ തുടങ്ങി പ്രധാനപ്പെട്ട വ്യക്തികൾ വിവിധ സെഷനുകളിൽ, KN ഗണേഷ് ഉൾപ്പെടെയുള്ള വിവിധ വ്യക്തികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സമാപന സെഷനിൽ ATUയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ്. വിശദാംശത്തിലേക്ക് കടക്കാതെ ഇതിന്റെ ഈ സെഷനുകളുടെ ആകെ ഡിക്ലറേഷൻ എന്ന നിലയിൽ തയ്യാറാക്കിയിട്ടുള്ള തിരുവനന്തപുരത്ത് ചേർന്നിട്ടുള്ള യുവജന ഉച്ചകോടിയുടെ പ്രഖ്യാപനം ഞാൻ വായിക്കുന്നതിലേക്ക് പോകുകയാണ്. ഭാവി കേരളത്തിനായുള്ള യുവജന ഉച്ചകോടിയുടെ പ്രതിനിധികളായ ഞങ്ങൾ മനുഷ്യനെ മനുഷ്യനും രാഷ്ട്രത്തെ രാഷ്ട്രവും ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിന്റെയും വർഗം, ജാതി, സമുദായം, മതം, ലിംഗം മുതലായ ഒന്നിന്റെയും അടിസ്ഥാനത്തിലുള്ള അടിച്ചമർത്തൽ ഇല്ലാത്ത സമത്വാധിഷ്ഠിതമായ സമൂഹം സ്ഥാപിക്കുന്നതിന്റെയും അറിവിനെ മാനവ സമുദായത്തിന്റെ വിമോചനത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ നിർമ്മാണത്തിനുമായി പ്രയോഗിക്കുന്നതിന്റെയും അന്വേഷണീയത ഗാഢമായി ബോധ്യപ്പെട്ട് നീതിയുക്തവും മാനുഷികവുമായ ഒരു സമൂഹത്തിന് വേണ്ടി പൊരുതുവാനും കേരളത്തിന്റെ വികസന അനുഭവം സാക്ഷ്യപ്പെടുത്തിയ വികസന ബദലുകൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ലഭ്യത, നീതി, ഗുണനിലവാരം എന്നിവ വർദ്ധിപ്പിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടി പോരാടാനും കേരള യുവതയുടെ കർമ്മശേഷിയെ ഭാവി കേരളത്തിനായി ക്രിയാത്മകമായി വിനിയോഗിക്കാൻ ഒതുങ്ങുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലേക്ക് പരിശ്രമിക്കാനുമുള്ള നമ്മുടെ നിശ്ചയദാർഢ്യവും അർപ്പണബോധവും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങളായ സോഷ്യലിസം, മതനിരപേക്ഷത, സ്വാതന്ത്ര്യം, തുല്യത ഇവയെല്ലാം വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ നേരിടുന്ന പശ്ചാത്തലത്തിൽ സാമൂഹ്യ നീതിക്കും സാമുദായിക സൗഹാർദ്ദത്തിനും സ്വതന്ത്രതയ്ക്കും വേണ്ടി പോരാടുവാൻ നാം ഉറപ്പിക്കുന്നു. എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന ഒരു നവകേരളം നിർമ്മിക്കുവാൻ കേരളത്തിന്റെ വിപ്ലവ സമര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട്. വിജ്ഞാനം പുരോഗതിക്കും സാമൂഹ്യ മാറ്റത്തിനും മാനവ വംശത്തിന്റെ മുക്തിക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു ഭാവി കേരളം ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. ഈ യുവസഭ പ്രഖ്യാപിക്കുന്നു, വിജ്ഞാനം പുരോഗതിക്കും സാമൂഹിക മാറ്റത്തിനും മാനവ വംശത്തിന്റെ മുക്തിക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു ഭാവി കേരളം ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തായിട്ട് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കടകംപള്ളിയെ ക്ഷണിക്കുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടന്നു വന്ന ഭാവി കേരളത്തിൽ നാം സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് യുവതയുടെ ഉച്ചകോടി എന്നുള്ള നിലയിൽ നടന്ന ഈ സമ്മേളനം ഇന്നിപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. വിവിധ സെഷനുകളിലായി ഭാവി കേരളത്തെ സംബന്ധിക്കുന്ന വളരെ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ദിവസക്കാലം ഇവിടെ നടന്ന ഉച്ചകോടിയിലൂടെ നിങ്ങൾ ഉയർത്തിയ ഗൗരവതരമായിട്ടുള്ള ചിന്തകൾ ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 2016 സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് 2021 ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഭാവി കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2016 ഒരു അന്തരീക്ഷം എന്തായിരുന്നു എന്ന്
ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളാകെ വല്ലാത്ത അസംതൃപ്തിയിൽ നിന്നിരുന്നൊരു കാലമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പ്രതീക്ഷ തന്നെ അറ്റൊരു കാലമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വളർച്ചയും വികാസവും ജലരേഖയായി മാറിക്കഴിഞ്ഞൊരു കാലമായിരുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊള്ളയും കൊള്ളിവയ്പ്പും എന്തെല്ലാം ഒരു സമൂഹത്തിൽ നടക്കാൻ വേണ്ടി പാടില്ല, അതെല്ലാം നടക്കുന്നൊരു സമൂഹമായിട്ട് കേരളീയ സമൂഹം അന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ആശങ്കകളും പ്രയാസങ്ങളും മാത്രം പങ്കുവെക്കുന്നൊരു സമൂഹമായിരുന്നു. 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രവർത്തനത്തിന് ശേഷം ഇന്ന് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നടന്നെടുക്കുമ്പോൾ നമ്മുടെ സമൂഹമാകെ വലിയ പ്രതീക്ഷയിലാണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഐശ്വര്യപൂർണമായിട്ടുള്ള വികസിതമായ വികസിത രാഷ്ട്രങ്ങളെ അവരോട് തന്നെ മത്സരിക്കാൻ പര്യാപ്തമായിട്ടുള്ളൊരു കേരളത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന ഒരു കാലമാണിത്. ജനങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും തീരുമാനമെടുക്കുന്നത്. ഭാവി കേരളത്തെ സംബന്ധിച്ച് ഒരു നോളജ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആശയം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അത്തരമൊരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് നടന്നെടുക്കുന്നതിന് സഹായകരമായ ശക്തമായ ഒരു അടിത്തറ പാകാൻ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വികസനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് തന്നെ വൻപിച്ച മാറ്റം വരുത്താൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചു. വികസനമെന്ന് പറഞ്ഞാൽ വൻകിട വികസന പദ്ധതികളെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ മനസ്സിനകത്ത് പെട്ടെന്ന് ഓടിയെത്തുക. ബഹുനില മന്ദിരങ്ങൾ, വൻകിട പദ്ധതികൾ, പാലങ്ങൾ, റോഡുകൾ, ഇതൊക്കെയാണ് വികസനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. അത് വികസനമല്ലെന്ന് നമ്മൾ പറയുന്നില്ല, നിശ്ചയമായിട്ടും അതെല്ലാം വികസനം തന്നെയാണ്. ഇപ്പോൾ അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്നതായിരുന്നു ദേശീയപാതാ വികസനം. അതിന്ന് സാധ്യമാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് നയിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവും ഒരു ലീഡറും നമുക്കുണ്ടായപ്പോൾ അത് സാധ്യമായി. ഗെയിൽ പൈപ്പ് ലൈൻ ഏതെങ്കിലും കാലത്ത് ചന്ദ്രഗിരി പുഴ കടന്ന് മംഗലപുരത്ത് എത്തിച്ചേരുമെന്ന് കേരളം പ്രതീക്ഷിച്ചതേയല്ല. കാര്യം അത് ഉപേക്ഷിച്ച് പോയൊരു പദ്ധതിയായിരുന്നു, 13-ൽ തന്നെ ഉപേക്ഷിച്ച് പോയതാണ്. പക്ഷേ ഇന്ന് ചന്ദ്രഗിരി പുഴയും കടന്ന് അത് മംഗലപുരത്തെത്തി, അത് സാധ്യമായി. നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങളാലാണ്. കൊച്ചി ഇടമൺ വൈദ്യുതി പാത അതൊരിക്കലും സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല, അതിന്ന് സാധ്യമായി. ആ വൈദ്യുതി പാത യാഥാർത്ഥ്യമായി. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. നിശ്ചയമായിട്ടും അതെല്ലാം ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വികസനം അവിടെ മാത്രം അവസാനിപ്പിക്കേണ്ടതാണോ? നമ്മുടെ ഗവൺമെൻറ് ചർച്ച ചെയ്തതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യർക്ക് വൈജ്ഞാനിക സമൂഹത്തിലേക്ക് നടന്നെടുക്കുന്നതിന് സഹായകരമായ അടിസ്ഥാനപരമായ നില സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തെയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു?
സർക്കാർ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അടച്ചുപൂട്ടലിൻ്റെ വക്കീലായിരുന്നു മിക്ക സർക്കാർ സ്കൂളുകൾ. വളരെ ചുരുക്കം ചില സർക്കാർ സ്കൂളുകൾ മാത്രമായിരുന്നു മെച്ചപ്പെട്ട അവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്നത്. ഏതാണ്ടെല്ലാം തന്നെ എന്തിനീ സർക്കാർ സ്കൂളുകൾ നടത്തുന്നു എന്ന് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. കുറച്ച് അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു വിദ്യാലയം ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ഇത്തരമൊരു ചോദ്യം ഉയർന്നൊരു കാലമായിരുന്നു. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ മോശമായതുകൊണ്ടല്ല, അവർ വളരെ മിടുക്കരാണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അവർ കൈക്കൂലി കൊടുത്ത് ജോലി സമ്പാദിച്ചവരല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി മിടുക്ക് തെളിയിച്ച് സർക്കാർ സ്കൂളുകൾ അധ്യാപകരായവരാണോ? ഇപ്പം അധ്യാപകർ മോശമായതുകൊണ്ടല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ മോശമായിരുന്നു. രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് വളരെ ദൂരേക്ക് പോകാൻ തയ്യാറായി, സ്വകാര്യ സ്വാശ്രയ സ്കൂളുകളിലേക്ക്. കനത്ത ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത രക്ഷിതാക്കൾ പോലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ പോകാൻ തയ്യാറായി. പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ടൊരു വിദ്യാഭ്യാസം ഒരു മരീചികയായിട്ട് മാറുന്നതായിട്ട് സാഹചര്യമായിരുന്നു. അവിടെയാണ് ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതും ഇന്ന് 5 വർഷക്കാലം കഴിയുമ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തെ ഒരു ഹൈടെക്കാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ മിക്കവാറുമുള്ള ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും അപ്പർ പ്രൈമറി സ്കൂളുകളും LP സ്കൂളുകളും എല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ നേടിയവയായി മാറി എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരപ്പെട്ട കാര്യമാണോ? 1957 ശേഷമുള്ള കഴിഞ്ഞ 64 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വിവിധ ഗവൺമെൻറ്റുകൾ ആകെ ചെലവഴിച്ചതിനേക്കാൾ അധികം തുക 5 വർഷക്കാലം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ ഒരു ഗവൺമെൻറ്റിന് സാധിച്ചു, 5 വർഷക്കാലത്തിൽ സാധിച്ചു എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? എത്ര സുവ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ സർക്കാർ തയ്യാറായത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എല്ലാ നിലകളിലും, ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകാമല്ല, എല്ലാ നിലകളും ഇപ്പോൾ 5ാമത്തെ ഈ അവസാന വർഷ ബഡ്ജറ്റിലാണ് ഈ വൈജ്ഞാനിക സമൂഹത്തിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. അതിന് അനുരോധമായിട്ടുള്ള ബഡ്ജറ്ററി സപ്പോർട്ട് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ടായത് കഴിഞ്ഞ 4 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി. കാര്യം ഇന്നതിന് നമ്മുടെ സംസ്ഥാനം തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത്തരം ഒരു ബഡ്ജറ്റ് സ്പീച്ചിനും ബഡ്ജറ്റ് അലോക്കേഷനും ബഡ്ജറ്റിൽ ചില നിർദ്ദേശങ്ങൾ വെക്കുന്നതിനുമൊക്കെ സഹായകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ സ്റ്റേറ്റിനെ ആ നിലയിലേക്ക് മാറ്റി തീർക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതി. പ്രിയമുള്ളവരെ, ആ കാഴ്ചപ്പാടോടുകൂടി പിന്നെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വിശപ്പില്ലാത്ത ഒരു സമൂഹം, അത് വികസനത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടായിട്ട് കാണുന്നവരാണ് നമ്മൾ. കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ച ഗവൺമെൻറ്റാണ്. വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്നത് ചുവരിൽ എഴുതി വെക്കാനുള്ള ഒരു മുദ്രാവാക്യം മാത്രമല്ല, ജനങ്ങൾ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാക്കി മാറ്റി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു ചെറിയ വിഷയമല്ലത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴാണ് കേരളത്തിലെ 89 ലക്ഷം കുടുംബങ്ങളിൽ ഒരു കുടുംബം പോലും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഒരു ഗവൺമെൻറ് സാധിക്കുക എന്ന് പറയുന്നത്. അതും വികസനത്തിൻ്റെതായിട്ടുള്ള സ്പർശം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുക, അതിലൂടെ നാടിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുക. ഈ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ 5 വർഷക്കാലം കരുത്തനായ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യത്തോടുകൂടി വ്യക്തതയോടുകൂടി നിലപാടുകൾ സ്വീകരിച്ച് സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന ജനങ്ങളെയും കൂട്ടി നിർത്തി മുന്നോട്ട് പോകുന്നതായിട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു ഭാവി കേരളം വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള വികസിത രാഷ്ട്രങ്ങളുമായി കിടപിടിക്കാൻ പര്യാപ്തമായ ഒരു കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ള നിലയിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടെ ചേർത്ത് വെച്ച് വായിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇതിനൊരു തുടർച്ചയുണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഉച്ചകോടി ചർച്ച ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ആ തുടർച്ച അനിവാര്യമാണെന്നുള്ള നിലപാടിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഇന്ന് കേരളീയ സമൂഹം ഈ തുടർച്ച അനിവാര്യമാണ് എന്ന നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. അതിൽ കക്ഷി രാഷ്ട്രീയവും ഇല്ല, മറ്റ് പരിഗണനകളുമില്ല. തങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെയും കണ്ണു തുറന്ന് കാണുമ്പോൾ കാണുന്നതായിട്ടുള്ള കാഴ്ചകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിനൊരു വികസന തുടർച്ചയുണ്ടാകണമെങ്കിൽ ഒരു വൈജ്ഞാനിക സമൂഹത്തിലേക്കും അതുവഴി വികസിതമായിട്ടുള്ള ഒരു നാട്ടിലേക്കും നമുക്ക് ചെന്നു കയറാൻ സാധിക്കണമെങ്കിൽ ഒരു ഭരണ തുടർച്ചയുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന കാഴ്ചപ്പാടിൽ ഈ സമൂഹം പൊതുവെ എത്തിച്ചേരുകയാണ്. ആ എത്തിച്ചേരൽ അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായി വളരെ സജീവമായി ഇടപെട്ട് മുന്നോട്ട് വരാൻ നിശ്ചയമായിട്ടും കേരളത്തിലെ യുവജന സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. യുവാക്കളിലാണ് ഈ നാടിൻ്റെ ഭാവി ഇടതുപക്ഷ രാഷ്ട്രീയം കാണുന്നത്. അവരുടെ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളിലാണ്, ചിന്തകളിലാണ് ഈ നാടിൻ്റെ പുരോഗതി ഇടതുപക്ഷ രാഷ്ട്രീയം കാണുന്നത്. നിശ്ചയമായും അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് എന്ന ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ ഉച്ചകോടിക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആശംസയോടുകൂടി ഞാൻ എൻ്റെ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ അഭിവാദനങ്ങൾ. അടുത്തായിട്ട് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ രാജശ്രീ ടീച്ചറെ ക്ഷണിക്കും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം വഹിക്കുന്ന ശ്രീ KN ബാലഗോപാൽ, ആദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകൾ, ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് വളരെ സമഗ്രമായ ഒരു വീക്ഷണം നമുക്ക് കാഴ്ചവെച്ച ശ്രീ S. രാമചന്ദ്രൻ പിള്ള അവർകൾ, ശ്രീ VK പ്രശാന്ത് MLA, ഡോക്ടർ ഇക്ബാൽ, മറ്റ് ബഹുമാന്യരെ, യുവപ്രതിഭകളെ, ഓൺലൈനായി ഈ പരിപാടി വീക്ഷിക്കുന്ന മറ്റ് മാന്യ വ്യക്തികളെ, കേരളം ഒരു വിജ്ഞാന സമൂഹത്തിലേക്ക് ചുവടുവയ്ക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടിയുള്ള സന്നദ്ധതകൾ ഒരുക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അതിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ ആകേണ്ട നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി നടന്നു വന്ന ഈ യോഗത്തിൽ വളരെയേറെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. വിജ്ഞാന സമൂഹത്തെയും വിജ്ഞാന സമൂഹത്തിലൂടെയുള്ള സാമ്പത്തികമായ ഉയർച്ചയെയും കുറിച്ചുള്ള പല കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിജ്ഞാന സമൂഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് വിജ്ഞാനമാണ്, നോളജ്. ആ നോളജ് സൊസൈറ്റി ആൻഡ് നോളജ് എക്കണോമി, ഈ നോളജ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായി നമുക്ക് എങ്ങനെ ഉന്നമനമുണ്ടാക്കാം, ഒരു ജനതയുടെ സമഗ്രമായ വികസനം എങ്ങനെ സാധ്യമാക്കാം, ഇങ്ങനെയുള്ള പല തലങ്ങളിലാണ് ഈ ദിവസങ്ങളിലുള്ള അന്വേഷണം നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം, ഈ വിവരം അല്ലെങ്കിൽ നോളജ് എന്നുള്ളത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ഈ നോളജ് ഉപയോഗിക്കപ്പെടുന്നത്, ഈ നോളജിൻ്റെ വിവിധ ഘടകങ്ങൾ എവിടെ നിന്നെല്ലാം വരുന്നു, ഇങ്ങനെയുള്ള ചില സ്ട്രക്ചേഴ്സിനെ കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെയധികം പുരോഗതി കൈവരിച്ചു. പ്രധാനമായും കുട്ടികളുടെ ഏർലി സ്റ്റേജ് ലേണിങ്ങും അതിനു വേണ്ടിയുള്ള സന്നദ്ധതകളുമാണ് അവിടെ ആവശ്യമായി വന്നിരുന്നതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി തീവ്രമായ ഇടപെടലുകളും
തീവ്രമായ കാഴ്ചപ്പാടുകളും നമുക്ക് രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ വിജ്ഞാന സമൂഹത്തെയും നോളജ് എക്കണോമിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് വിവരം ഒരു നെറ്റ്വർക്കായി രൂപപ്പെടുന്നത്, ഈ നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ ഘടകങ്ങളിൽ ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇതിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിജ്ഞാന സമൂഹം എന്നുള്ള ഒരാശയത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ പ്രധാനമായും പങ്കെടുക്കുന്ന പ്രതിഭകൾ വളരെയധികം വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അധ്യാപകരായാലും പല സ്ട്രീംസിൽ നിന്നും വരുന്നവരാണ്. പക്ഷേ നമ്മളൊരു സമൂഹത്തിനെക്കുറിച്ചും അതിൻ്റെ ഉന്നമനത്തിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യത്യാസങ്ങളെല്ലാം മാറ്റുകയും അതിലുപരിയായി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെയും ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ യൂണിഫൈഡായി നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിജ്ഞാന സമൂഹത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനാവശ്യമായ ഘടകങ്ങൾ, അതിനു വേണ്ട നയരൂപീകരണം എന്തൊക്കെയാണ്, അതിനുവേണ്ടി രൂപം കൊള്ളേണ്ട ഗവേണൻസ് പോളിസീസ് എന്തൊക്കെയാണ്, അതിന് വേണ്ടി വരുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ വരേണ്ട ഘടകങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്കവരും സോഷ്യൽ സയൻസസും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളും അതിൽ റിസർച്ച് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് കണ്ടെത്താനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും അതിൻ്റെ വിപുലമായ സാധ്യതകളും വിപുലമായ കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളുകയും അതിൻ്റെ അവയിൽ നിന്ന് രൂപീകരിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളും അതിൽ നിന്ന് രൂപീകരിക്കുന്ന അഭിപ്രായങ്ങളും ഇത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് സഹായകമാകാൻ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകൾ ആവശ്യമാണ്. ഇപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വികസനത്തിനുള്ള സാധ്യതകളാണ് നമുക്ക് ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നാം ഏവരും മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ഡിജിറ്റൽ ടെക്നോളജീസ് അനുബന്ധിച്ചുള്ള വ്യവസായങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ എന്നതിലുപരി വളരെ ബൗദ്ധികമായ ക്യാപിറ്റൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള അത്തരത്തിലുള്ള വ്യവസായങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അത്തരത്തിലുള്ള വ്യവസായങ്ങൾക്കും അങ്ങനെയുള്ള സംരംഭങ്ങൾക്കും ഒരു ആഗോളതലത്തിൽ എങ്ങനെ അംഗീകാരം നേടിയെടുക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് ഒരു വികസനത്തിൻ്റെ സൂചികകളായി വരുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഒരു നാട്ടിൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെയേറെ സൂചികകൾ നമുക്കുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ്, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, മറ്റുള്ള സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഓരോ സ്വയം പര്യാപ്തതയിൽ എങ്ങനെയാണ്, ഓരോന്നിനും ഉള്ള സൂചികകൾ ലഭ്യമാണ്. ഇതെല്ലാം ഓരോന്നും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഓരോ മേഖലകളിലും ഉന്നമനത്തിനായി എന്ത് ഇൻ്റർവെൻഷൻസ് നടത്താൻ സാധിക്കും, അതിനാവശ്യമായ വിവരശേഖരണം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഈ വിവരം എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്, ഈ നോളജ് നമുക്ക് ഉണ്ടായാലോ അത് വ്യക്തികളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒതുങ്ങിയാൽ മാത്രം പോരാ, ഈ നോളജിനെ വളരെ വ്യക്തമായ രീതിയിൽ സ്ട്രക്ചർ ചെയ്യുകയും വിവിധ തലങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യമായ വിധത്തിൽ ഈ നോളജിനെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വിജ്ഞാന സമൂഹം എന്നുള്ളതിന് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഡേറ്റ സ്ട്രക്ചറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പരിശോധിച്ചാൽ ആരോഗ്യ മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എല്ലാം
ഇപ്പോൾ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് വളരെയധികം വിശകലനം ചെയ്യാനും മറ്റും സാധിക്കുന്ന സങ്കേതങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡേറ്റയെ അനാലിസിസ് നടത്താനും ഇനിയുള്ള 5-10 വർഷത്തേക്ക് ആരോഗ്യരംഗത്ത് കേരളം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാനും സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോ മേഖലകളിലും ഇപ്പോൾ കാർഷിക രംഗത്തായാലും എങ്ങനെയാണ് ഈ ആവശ്യമായ വിവരങ്ങൾ സംഗ്രഹിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയും സാധിക്കുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. ഇത്തരത്തിലുള്ള പല തലത്തിലുള്ള വിവരശേഖരണങ്ങളിലൂടെയും അതിൽ നാം നടത്തുന്ന ഇടപെടലുകളിലൂടെയുമാണ് ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പല പദ്ധതികളും രൂപം ചെയ്തു വരേണ്ടത്. ഇത് കൃഷി, ആരോഗ്യം എന്നിവ ഉദാഹരണങ്ങളായി മാത്രം പറഞ്ഞെങ്കിലും നമുക്കറിയാം കേരളത്തിന് തനതായിട്ടുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. സാംസ്കാരിക രംഗത്തായാലും കലാരൂപങ്ങളായാലും ഇങ്ങനെ തനതായിട്ടുള്ള വളരെയേറെ സമ്പത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ചെറിയ നോളജ് ക്ലസ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എങ്ങനെ നടത്താൻ സാധിക്കും, അത് നമ്മുടെ ഉന്നമനത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, ഇങ്ങനെ സമഗ്രമായ ഒരു വികസന അജണ്ട നോളജ് സൊസൈറ്റി, അതായത് വിജ്ഞാന സമൂഹം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രസക്തമായ വിഷയം. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഇടപെടുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിവരശാഖകളുടെയും യൂണിഫൈഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഉദാഹരണമായി നമ്മുടെ വ്യവസായ മേഖലയെക്കുറിച്ച് ചിന്തിച്ചാൽ പരമ്പരാഗതമായുള്ള വ്യവസായങ്ങളെ ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൊണ്ട് എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം, അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ സാധ്യമാക്കാം, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. അതോടൊപ്പം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ കേരളത്തിൽ ഇന്ന് ഇൻ്റർനെറ്റ് എന്നുള്ളത് ഒരു അവകാശമായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം നാം ഇല്ലാതാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡാണ്. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിൻ്റെ അന്വേഷണത്തിലാണ് നാം എല്ലാവരും. അതായത് ഏറ്റവും വിദൂര ഭാഗങ്ങളിലും മറ്റും ഉള്ള ആൾക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതികളിലേക്കാണ് നാം പോകുന്നത്. അങ്ങനെ ഇൻക്ലൂസീവായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ വളരെ ഉന്നമനം നേടിയിട്ടുള്ള വ്യവസായങ്ങളും മറ്റും എങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടാം എന്നുള്ള ബൗദ്ധികമായി വളരെയധികം ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലും ചെയ്യാൻ നമ്മുടെ ഒരു കൂട്ടം ചെറുപ്പക്കാർക്കും ഇന്ന് സാധ്യമാണ്. ഇത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എല്ലാവരുടെയും പുരോഗമനത്തിന് വേണ്ടിയുള്ള ഒരു വികസന അജണ്ട നോളജ് സൊസൈറ്റിയുടെ ഭാഗമായി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഭരണ സംവിധാനത്തിന് ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും പിന്നെ നമുക്ക് ആവശ്യമായ നയരൂപീകരണവുമാണ്. ബാക്കിയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് നടപ്പാക്കുന്നതിലുള്ള അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതും എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളുടെയും ചെറുപ്പക്കാരായ വിദ്യാർത്ഥിനികളുടെയും ചുമതലയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ, സമഗ്രമായ ഒരു ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് വിജ്ഞാന സമൂഹം എന്നുള്ള ഈ ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു വികസന രൂപരേഖ തയ്യാറാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും ഉള്ള നന്ദി ഒന്നുകൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് പ്രശാന്ത് MLA. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായിട്ടുള്ള രാമചന്ദ്രൻ പിള്ള സഖാവ്, വേദിയിലുള്ള
KN ബാലഗോപാൽ സഖാവ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കളെ, യൂത്ത് സമ്മിറ്റ് ഇന്ന് സമാപിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ടുള്ളൊരു സംസാരത്തിലേക്ക് പോകുന്നില്ല. എന്നോട് ഇരുന്നുകൊണ്ട് ആലോചിച്ചത്, നോളജ് സിറ്റിയായി മാറുന്ന സമൂഹത്തിൽ ഫ്യൂച്ചർ നിങ്ങളെല്ലാം വയസ്സാവും. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്താവും എന്നാണ് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത്. യഥാർത്ഥത്തിൽ അത്തരമൊരു വിജ്ഞാന ഭാവിയിലേക്ക് നമ്മുടെ സമൂഹം പോകുമ്പോൾ നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ അതായിരിക്കും. ഇപ്പം ഞാനൊക്കെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ദിവസം ഒരു 5 അമ്മമാരെങ്കിലും കാണും. അവർ വന്നിട്ട് മക്കളെ സംരക്ഷിക്കുന്നില്ല, പിന്നെ ആകെ ആശ്വാസം നമ്മൾ പെൻഷൻ കൊടുക്കുന്നതാണ്, ഇങ്ങനെ പറയുന്ന ഒരു രീതി കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം പുതിയ പുതിയ നവീനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭാവിയിലെ സമൂഹ വ്യവസ്ഥതയെ സംബന്ധിച്ച് കൂടി നമ്മൾ ആലോചിച്ച് കൃത്യമായിട്ടൊരു സിസ്റ്റം രൂപപ്പെടുത്തണം. സിസ്റ്റം അനാഥാലയം സ്ഥാപിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ വൃദ്ധസദനം സ്ഥാപിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൂടി ആലോചിച്ച് പോകുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നത് പോലെ നല്ല അറിവുള്ളവർക്കിടയിൽ പോലും അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഉദ്ഘാടനം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന ഒരു അവസരമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വായിച്ചത് അല്ലേ, സ്വന്തം മക്കളെ കഴുത്തറുത്ത് കൊന്നിട്ട് പുനർജനിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആരാ? അധ്യാപകരായിട്ടുള്ള ദമ്പതിമാരാ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ സാമൂഹ്യമായി കൂടി നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരമൊരു ഉദ്യമം ആ നിലയിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു വിശകലനത്തിലേക്കും തീരുമാനത്തിലേക്കും വരാൻ വേണ്ടി സാധിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ യുവതയിലാണ് രാജ്യത്തിൻ്റെ ഭാവി എന്നതിൽ സംശയമില്ല. ആ നിലയിൽ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ടാണ് ഇന്നത്തെ പുതിയ സമൂഹം ഉയർന്നു വരുന്നതും എന്നുള്ളതിലും യാതൊരു തർക്കവുമില്ല. ആ സമൂഹം ഇത്തരം കാര്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യൂത്ത് സബ്മിറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് പ്ലാനിംഗ് ബോർഡ് അംഗവും കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബി ഇക്ബാലിനെ ക്ഷണിക്കുന്നു. ഓൺലൈനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഈ യുവജന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഉച്ചകോടിയിൽ മുഴുവൻ സെഷനിലും പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത്തവണ നിർഭാഗ്യവശാൽ റിവേഴ്സ് ക്വാറൻറ്റൈനിൽ കഴിയേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പക്ഷേ എങ്കിലും എൻ്റെ പ്രിയ സുഹൃത്ത് ശിവദാസൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയിച്ചിരുന്നു. വളരെ മികച്ച പ്രബന്ധങ്ങളാണ് അവിടെ യുവാക്കളായ പ്രതിനിധികൾ അവതരിപ്പിച്ചത്. ആ പ്രബന്ധങ്ങളെല്ലാം സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ യുവജന സമ്മേളനം, യുവജന ഉച്ചകോടി എന്ന് പറയുന്ന ഒരു ഭംഗി വാക്കായിട്ട് പറയുന്നതല്ല. ഇന്ന് ലോകം നയിക്കുന്നത് യുവജനങ്ങളാണ്. ഒരു അതിശയോക്തിയും കൂടാതെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ തലമുറയെ തന്നെ, നിങ്ങളുടെ തലമുറയെ, യുവജനങ്ങളുടെ തലമുറയെ വിളിക്കുന്നത് തന്നെ ഫേസ്ബുക്ക് തലമുറ എന്നാണ്. നമുക്കറിയാവുന്ന ഫേസ്ബുക്കിലൂടെയാണ് ലോകരാഷ്ട്ര നേതാക്കൾ പോലും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മാധ്യമങ്ങളിലൂടെയല്ല. ആ ഫേസ്ബുക്ക് രൂപകൽപ്പന ചെയ്തത് നിങ്ങൾക്കറിയാം, മാർക്ക് സുക്കൻബർഗ് ആണ്. മാർക്ക് സുക്കൻബർഗ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് താൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ ഒരു മുറിയിൽ വെച്ചാണ് 2004 ഫേസ്ബുക്കിന് രൂപകൽപ്പന നൽകുന്നത്. മാർക്ക് സുക്കൻബർഗ് ജനിച്ചത് 1984. തൻ്റെ 20ാമത്തെ വയസ്സിൽ ഒരു ഹോസ്റ്റലിലിരുന്ന് മാർക്ക് സുക്കൻബർഗ് രൂപീകരിച്ച ഫേസ്ബുക്കിനെ ഒഴിവാക്കി നമുക്കിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൂഗിളാണ്. നമ്മൾ ഗൂഗിളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്ത് കാര്യം അറിയണമെങ്കിലും നമ്മൾ ഗൂഗിളിൽ പരതും, തിരയും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. പഴയ പോലെയല്ല, ഒരു വലിയ ലോകത്തെ കോടിക്കണക്കിന് വായനശാലകൾക്കുള്ളിൽ ഇരിക്കുന്നു എന്നുള്ള ഒരനുഭവമാണ് നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്നത്. ആ ഗൂഗിള് സംവിധാനം ചെയ്ത 2 യുവാക്കളായ, നിങ്ങളിൽ പല ആളുകളെയും പോലെ ഗവേഷണ വിദ്യാർത്ഥികളായിരുന്ന 2 യുവാക്കളാണ്. അവർ രണ്ടുപേരും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥികളായിരുന്നു. നിങ്ങൾക്കറിയാം, ലാരി പീഗും സർജി ബ്രിന്നും രണ്ടുപേരും ഒരേ വർഷമാണ് ജനിച്ചത്, 1973. അവർ ഗൂഗിളിനെ രൂപകൽപ്പന ചെയ്യുന്നത് 1998 അവരുടെ 25ാമത്തെ വയസ്സിൽ.
ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ജെഫ് ബെസോസ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ ജെഫ് ബെസോസാണ് ആമസോൺ എന്ന ഓൺലൈൻ വ്യാപാര ശൃംഖല രൂപീകരിച്ചത്. ഇന്ന് ആമസോൺ വഴിയാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ വാങ്ങുന്ന ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ കിൻഡിൽ എഡിഷൻ ഉപയോഗിച്ചാണ് ഇന്നിപ്പോൾ ഞാൻ കൂടുതലും പുസ്തകങ്ങൾ ആ കിൻഡിൽ എഡിഷനാണ് വായിക്കുന്നത്. കാരണം വില കുറവുണ്ട്, കടകളിൽ പോയി വാങ്ങണ്ട, വീട്ടിലിരുന്ന് തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. ഇന്ന് പച്ചക്കറി വരെ ആമസോൺ വഴിയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെഫ് ബെസോസ് ആമസോൺ രൂപീകരിക്കുന്ന 1994. അന്ന് ബെസോസിന് 64 വയസ്സാണ് പ്രായം. അല്ല, 1964 അദ്ദേഹം ജനിച്ചത്. 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ബെസോസ് ആമസോൺ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. മറ്റുദാഹരണം, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ് 1955 ജനിച്ചത്. ബിൽ ഗേറ്റ്സിൻ്റെ വലിയൊരു ആഗ്രഹം എല്ലാ വീടുകളിലെയുമുള്ള നമ്മുടെ മേശയുടെ മുകളിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപിക്കണം. അതാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് തന്നെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ എന്നിട്ട് അദ്ദേഹം ശബ്ദം താഴ്ത്തി പറഞ്ഞു, ആ കമ്പ്യൂട്ടറിലെല്ലാം മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, റൺ ബൈ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ. ബിൽ ഗേറ്റ്സ് തൻ്റെ സുഹൃത്തായ പോൾ അലനുമായി ചേർന്ന് മൈക്രോസോഫ്റ്റ് രൂപീകരിക്കുന്ന 1975. അന്ന് ബിൽ ഗേറ്റ്സ് ജനിക്കുന്ന 1955. തൻ്റെ 20ാമത്തെ വയസ്സിലാണ് ബിൽ ഗേറ്റ്സ് പോൾ അലനുമായിട്ട് ചേർന്നത്. പോൾ അലന് അന്ന് 2 വയസ്സ് കൂടുതലുണ്ട്, 22 വയസ്സുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാണ് അന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപിക്കുന്നത്. മനസ്സിലാക്കണം. പിന്നീട് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറി എന്നുള്ളതല്ല പ്രശ്നം. ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു മൈക്രോസോഫ്റ്റ് കുത്തകയുടെ അധിപനാണെങ്കിലും ഈ കമ്പ്യൂട്ടറിനെ സാർവത്രികവൽക്കരിക്കുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ബദലായിട്ട് നമുക്കറിയാം, ലിനക്സ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ആ ലിനക്സ് കെർണൽ ലിനസ് ടോർവാൾഡ്സ് എന്ന് പറയുന്ന ഫിൻലാൻഡിലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് കണ്ടെത്തിയത്. കാരണം അന്ന് നിലവിലുണ്ടായിരുന്ന വില കൂടിയ കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം സ്വയം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ലിനക്സ് കർണൽ ഉണ്ടാക്കുന്നത്. ലിനക്സ് കർണൽ അദ്ദേഹം ഉണ്ടാക്കുമ്പോൾ ലിനക്സ് ടോർവാൾഡ്സിന് 22 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. 1969 ടോർവാൾഡ്സ് ജനിച്ചത്. പക്ഷേ 1991 ലിനക്സ് കർണൽ അദ്ദേഹം സംവിധാനം ചെയ്തു. അതും റിച്ചാർഡ് മാത്യു സ്റ്റോൾമൻ്റെ ഗ്നൂയും കൂടെ ചേർന്നാണ് ഗ്നൂ ലിനക്സ് പിന്നീട് രൂപകൽപ്പന ചെയ്യുക. അപ്പം നമ്മൾ നോക്കൂ, നമ്മൾ മൈക്രോസോഫ്റ്റ് എടുത്താലും ലിനക്സ് എടുത്താലും ഗൂഗിള്, ആമസോൺ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുടങ്ങിയ ഇന്ന് ലോകത്തിൽ നമ്മളെല്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളെല്ലാം വളരെ യുവാക്കൾ അവരുടെ 20, 25, 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് കണ്ടെത്തിയതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യുവാക്കളാണ് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ യുവജന ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട സന്ദേശം, ഇപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട രാജശ്രീ ടെക്നിക്കൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ, മറ്റ് പ്രാസംഗികരെല്ലാം സൂചിപ്പിച്ചതുപോലെ, ഒരു വിജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇത് സൂചിപ്പിച്ചിരുന്നു. ഒരു വിജ്ഞാന സമൂഹം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കണം, നോളജ് പ്രൊഡക്ഷൻ, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അമേരിക്കയെ തന്നെ നമുക്ക് പല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും അമേരിക്കയോട് നമുക്ക് വലിയ എതിർപ്പുണ്ട്. പക്ഷേ അമേരിക്കൻ സർവകലാശാലകളിലാണ് ഏത് വിജ്ഞാന മേഖല എടുത്താലും ആ വൈജ്ഞാനിക ഉൽപ്പാദനം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജനിതക സാങ്കേതികവിദ്യ എടുത്താലും ഡിജിറ്റൽ സാങ്കേതികവിദ്യ എടുത്താലും ഒക്കെ തന്നെ അമേരിക്കൻ സർവകലാശാലകളാണ് അതിൽ ഉൽപ്പാദനം നടക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അമേരിക്ക ഇന്നും പ്രസക്തമായി തുടരുന്നത്. ഇന്നിപ്പോൾ നമ്മളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിൻ, ഞാൻ വാക്സിൻ്റെ ആദ്യത്തെ ഡോസ് എടുത്ത ഒരാളാണ്. ഇന്നിപ്പോൾ മറ്റുള്ളവർക്കും വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, മുതിർന്ന പൗരർക്ക്. അത് ഓക്സ്ഫോർഡ് വാക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്, കോവിഷീൽഡ് വാക്സിൻ. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്ക എന്ന് പറയുന്നൊരു കമ്പനിയും ഇന്ത്യയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് വാക്സിൻ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ എഡ്വേർഡ് ജെന്നറിൻ്റെ പേരിലുള്ള, നമുക്കറിയാമല്ലോ, സ്മോൾ പോക്സ് വാക്സിൻ, മസൂരി വാക്സിൻ കണ്ടെത്തിയ എഡ്വേർഡ് ജെന്നറിൻ്റെ പേരിലുള്ള കേന്ദ്രത്തിലാണ് ഈ വാക്സിൻ കണ്ടെത്തുന്നത്. മനസ്സിലായി, ഓക്സ്ഫോർഡ് സർവകലാശാലയാണ്. അതിനടുത്ത് തന്നെയുള്ള ഇമ്പീരിയൽ സർവകലാശാലയിലും ബ്രിട്ടനിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബ്രിട്ടനിലും ഇപ്പോൾ ഒരു വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സവിശേഷത, വിജ്ഞാന ഉൽപ്പാദനത്തിന് ഇത്രത്തോളം പര്യാപ്തമായ ഒരു സ്ഥലം ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം പോട്ടെ,
കാരണം നമ്മളിവിടെ അതിനാവശ്യമായ മുന്നുപാധികളെല്ലാം കേരളത്തിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസങ്ങളുടെ എത്രയോ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. നമ്മളിപ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്നതിന് ഒരു കേരള സർവകലാശാലയിലാണ്. കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കീഴിൽ തന്നെ 15ഓളം സർവകലാശാലയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ വന്നു. ഡിജിറ്റൽ സർവകലാശാല നമ്മൾ രൂപീകരിച്ചു. അങ്ങനെ കേരള സർക്കാരിൻ്റെ കീഴിൽ സർവകലാശാലയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സർവകലാശാലകളുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ശ്രീധര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു സർവകലാശാലയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലയുണ്ട്. ഇതിനൊക്കെ പുറമെ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഇത്രയധികം സാന്ദ്രത, ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല. നിങ്ങൾ തെക്കോട്ട് അങ്ങോട്ടും എടുത്തു നോക്കും. വിക്രം സാരാഭായി സ്പെയിൻ സയൻസ് സെൻ്റർ ആകാം, റീജിയണൽ റിസർച്ച് ലാബറട്ടറി ആകാം, അല്ലെങ്കിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകാം, CWD-RDM, അങ്ങനെ എത്രയോ ഗവേഷണ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ ഗവേഷണ സ്ഥാപനങ്ങളും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വിജ്ഞാന ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സാധ്യത കേരളത്തിലുണ്ട്. ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ ഈ ഗവേഷണ പ്രബന്ധങ്ങളാണ് അവതരിപ്പിച്ചത്. ഗവേഷണത്തിൻ്റെ നമ്മൾ കൂടുതലായിട്ട് താല്പര്യം കാണിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു വിജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയൂ. പക്ഷേ അങ്ങനെ വിജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും ഉൽപ്പാദന മേഖലയും തമ്മിൽ ഇപ്പോഴൊരു പ്രശ്നമുണ്ട്, ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. നിങ്ങൾ ലോക രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കുക. ഏതെല്ലാം രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ ആ മേഖലയിലൊക്കെയാണ് വലിയ പരിവർത്തനം വന്നത്. ഇപ്പോൾ ഒരു കാർഷിക സമ്പദ്ഘടന, വ്യാവസായിക വിപ്ലവം, കാർഷിക വിപ്ലവം, ഇതൊക്കെ യൂറോപ്പിൽ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട നടന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് എന്താ, നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഉൽപ്പാദന മേഖല മുരടിച്ചു പോയി. കൃഷി നല്ലൊരു ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്നതാണ്. കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ കാർഷിക പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കൃഷി പുറകോട്ട് പോയി. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളും ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിൽ മാറേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ഈ കോവിഡ് കാലത്തിന് മുമ്പ് തൃശ്ശൂർ പോയപ്പോൾ അവിടുത്തെ അമ്പലങ്ങളിൽ പ്രാർത്ഥനയ്ക്കുള്ള പൂക്കൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അവിടെ ഒരു ലോറി സമരം വന്ന അമ്പലങ്ങളിലെ പൂജ നടക്കാത്തൊരു സ്ഥിതി കേരളത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ കാർഷിക രംഗത്ത് മുരടിപ്പുള്ളപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്, കേരളത്തിൽ കാർഷിക സർവകലാശാല തന്നെയുണ്ട്, ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓരോ വിളകൾക്കും കേരളത്തിൽ ഗവേഷണ സ്ഥാപനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ നെൽ ഗവേഷണത്തിന് തന്നെ കേരളത്തിൽ 3-4 സ്ഥാപനങ്ങളുണ്ട്. അത് കോട്ടയത്തുണ്ട്, കുമരകത്തുണ്ട്, കായംകുളത്തുണ്ട്, അല്ലേ, പാലക്കാടുണ്ട്, എത്രയോ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് മറ്റ് മേഖലകൾ. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ സർവകലാശാല വന്നു. ഡിജിറ്റൽ സാങ്കേതികവിദ്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും അധികം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സബ്മറൈൻ കേബിളുകൾ 3 കേരളത്തെ കൊച്ചിയ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത്. ഹയസ്റ്റ് PC പെനിട്രേഷൻ, ഹയസ്റ്റ് മൊബൈൽ പെനിട്രേഷൻ. നമ്മുടെ ലേണിംഗ് കർവാണ് വളരെ കുറവ്, കാരണം പെട്ടെന്ന് ഈ സാങ്കേതികവിദ്യകൾ പഠിക്കാൻ കഴിവുള്ള പ്രാപ്തമായ ഒരു സമൂഹം. പക്ഷേ നമുക്കത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. ഡിജിറ്റൽ വിപ്ലവ കാലത്ത് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. നമ്മൾ ആദ്യം തുടങ്ങി ടെക്നോ പാർക്ക് ആദ്യം സ്ഥാപിക്കുന്ന കേരളത്തിലാണ് 90-ൽ. കെൽട്രോൺ 1983 നമ്മൾ സ്ഥാപിച്ചു, ഇല്ലേ. പല ഗവേഷണ സ്ഥാപനങ്ങളും നമ്മൾ സ്ഥാപിച്ചു. പക്ഷേ ഡിജിറ്റൽ വിപ്ലവം നടന്നപ്പോൾ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെയാണ് ജൈവ സാങ്കേതികവിദ്യ. എന്തെല്ലാം സാധ്യതകളാണ് നമ്മുടെ TBGRA, നമ്മുടെ രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി എന്നുള്ള വാക്ക് കോയിൻ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ സ്ഥാപിച്ച ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഗവേഷണത്തിന് നമ്മൾ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം ഗവേഷണത്തിൽ. അങ്ങനെ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടത് ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ, സമ്പത്ത് ഉൽപ്പാദിച്ചാൽ മാത്രം പോരാ. അമേരിക്ക ഏറ്റവും വലിയ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ച ഒരു രാജ്യമായതുകൊണ്ട് അവർക്ക് കോവിഡിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ സമ്പത്തിൻ്റെ പുനർവിതരണം, സന്തുലിതമായ പുനർവിതരണം വളരെ പ്രധാനമാണ്. ദരിദ്രരായ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഈ സമ്പത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഗവൺമെൻറ്റും മുൻകാലങ്ങളിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു സവിശേഷത അതാണ്. അപ്പോൾ സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിനെ ഇടതുപക്ഷ ആശയങ്ങളിലൂടെ പുനർവിതരണം ചെയ്ത ഒരു പുതിയ കേരള സൃഷ്ടി കൈവരിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അതുകൊണ്ട് ഗവേഷണം നടത്തുമ്പോഴെല്ലാം ഇപ്പം ഗാന്ധിജി പറയുള്ളൂ, എന്ത് ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൽ കാണണം
പാവപ്പെട്ട ഇന്ത്യയിലെ ഗ്രാമീണർക്ക് എന്ത് പ്രയോജനമുണ്ട്? അതൊരു ടാലിസ്മ എന്ന് പറയും. നമ്മൾ അനുസ്മരിക്കണമെന്ന് പറഞ്ഞുള്ള ഗവേഷണത്തിന് ഊന്നൽ നൽകണം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വളരെ വൈകി ഈ സമാപന സമ്മേളനം, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ ഡിജിറ്റൽ ഈ പറയുന്ന വിജ്ഞാന ഉൽപ്പാദനം നടത്തണം, ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കേണ്ടത്. ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ വിടവ്, ഡിജിറ്റൽ ഡിവൈഡ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്നപ്പോൾ നമ്മളീ പല ആളുകളും വീട്ടിൽ സുഖമായിട്ടിരുന്ന് നമുക്കുള്ള കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് PC വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ വഴിയോ സ്മാർട്ട് ഫോണുകൾ വഴിയോ അത് അക്സസ് ചെയ്തു. അങ്ങനെ അക്സസ് ചെയ്യാൻ കഴിയാത്ത 10-15-20% ആളുകൾ കേരളത്തിൽ പോലും നിലവിലുണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്താണ് അത്? വില കുറച്ച് കമ്പ്യൂട്ടറുകൾ കൊടുക്കാൻ, ഫോൺ വഴി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എല്ലായിടത്തും കൊണ്ടുവരാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, ഈ സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നും കൂടി ആളുകൾ അറിഞ്ഞിരിക്കണം. എല്ലാ വിഭാഗം ജനങ്ങളും അറിഞ്ഞിരിക്കണം. വെറുതെ ഒരു ഇമെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് നടത്തിയാൽ, വാട്സാപ്പ് ഗ്രൂപ്പ് മനസ്സിലാൽ ഈ സാങ്കേതികവിദ്യ അറിഞ്ഞു എന്നർത്ഥമാകുന്നില്ല. കാരണം ഒരു വലിയ വിജ്ഞാന മഹാസരണിയാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ. അവിടെ പോയി ശരിയായ വിവരങ്ങൾ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ആവശ്യമുണ്ട്. അങ്ങനെ പരിശീലനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് നിലനിന്നാൽ, ഈ ഡിജിറ്റൽ വിഭജനം നിലനിന്നാൽ എന്തു പറ്റും? ഒരു വിജ്ഞാന ധനികരും വിജ്ഞാന ദരിദ്രരും എന്ന രീതിയിൽ സമൂഹം വിഭജിക്കും. ദ ഇൻഫർമേഷൻ റിച്ച് ആൻഡ് ദ ഇൻഫർമേഷൻ പുവർ. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇതിൻ്റെ സാധ്യതകൾ ഇപ്പം മനസ്സിലായി, അവരത് കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളെ, വർഗപരമായ വിഭജനങ്ങളെ കുറേ കൂടി രൂക്ഷമാക്കാനായിരിക്കും ഈ സാങ്കേതികവിദ്യ സഹായിക്കുക. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റൽ സാക്ഷരത കേരളത്തിൽ പല തലങ്ങളായിട്ട് വേണ്ടിവരും. പല തലങ്ങളായിട്ട് ഡിജിറ്റൽ ലിറ്ററസി നമ്മൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള വലിയൊരു മഹായജ്ഞത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന യുവാക്കൾ നേതൃത്വം കൊടുക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് SFIക്കൊക്കെ അതിന് വലിയ നേതൃത്വം കൊടുക്കാൻ കഴിയും. അവിടെ SFIയിലൊക്കെ ധാരാളം മിടുക്കരായ ആളുകൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ തന്നെ പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാൻ അവരുടെ സഹായമാണ് തേടാറുള്ളത്. നമുക്കിവിടെ ലൈബ്രറി ഉണ്ട്. നമ്മുടെ വായനാശാല പ്രസ്ഥാനം അതിനുവേണ്ടി ഉപയോഗിക്കണം. 7000-ഓളം വായനശാലകളാണ് കേരളത്തിലുള്ളത്. ആ വായനശാലകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള ശാസ്ത്ര സംഘടനകളുണ്ട്. കുടുംബശ്രീ പോലുള്ള വനിതകളുടെ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. ഈ സാധ്യതകളെല്ലാം അതുപോലെ തന്നെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് പോലുള്ള ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. യുവാക്കളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ വിക്കി മലയാളം പലർക്കും അറിഞ്ഞുകൂടാ. വിക്കിപീഡിയക്കകത്ത് വിക്കി മലയാളം എന്ന് പറഞ്ഞിട്ട് ആളുകളുണ്ടെന്ന് തന്നെ അറിയാത്തവരുണ്ട്. യഥാർത്ഥത്തിൽ മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരുടെയൊക്കെ പുസ്തകങ്ങൾ നമുക്ക് വിക്കി ഗ്രന്ഥാവലിയിൽ ഏത് സമയവും വായിക്കാൻ കഴിയും. ചങ്ങമ്പുഴയുടെ ആണെങ്കിലും ഉള്ളൂറിൻ്റെ സാഹിത്യകൃതികളാണെങ്കിലും പല പുസ്തകങ്ങളും നമുക്കിന്ന് സൗജന്യമായിട്ട് ഏത് സമയത്തും മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ വിക്കിത്താൾ അതെല്ലാം ചെയ്തിരിക്കുന്നത് കുട്ടികളായ യുവാക്കളാണ്, സ്കൂളുകളെയും കോളേജുകളെയും വിദ്യാർത്ഥികളാണ്. ഇതൊക്കെ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വിജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒന്ന് നമ്മൾ വിജ്ഞാന ഉൽപ്പാദനത്തിന് നോളജ് പ്രൊഡക്ഷൻ വളരെ ഗൗരവമായി നടത്തേണ്ട ഗവേഷണമാണ്, അതിന് ഊന്നൽ കൊടുക്കണം. 2, കേരളം നേരിടുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സമ്പത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗവേഷണങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട് ഈ ഡിജിറ്റൽ ഡിവൈഡ് അടയ്ക്കുന്നതിന് വേണ്ടി യുവാക്കളുടെ വലിയൊരു ജനകീയ പ്രസ്ഥാനത്തിന് രൂപം നൽകണമെന്ന് ഞാൻ ഇവിടെ SFIയുടെ തന്നെ നേതാക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഭാവി കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള യുവജന ഉച്ചകോടി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതേപ്രാതി ഭാവി കേരളം എന്ന് പറയേണ്ട കാര്യം ഇന്ന് തുടങ്ങേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കണം, ഭാവിക്ക് വേണ്ടിയിട്ടില്ല. കാരണം ദ്രുതഗതിയിലാണ് ലോകത്തിലെ വൈജ്ഞാനിക വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ പറയുമായിരുന്നു, ഇഫ് യു വാണ്ട് ടു ബി ഇൻ ദ സെയിം പ്ലേസ് യു ഷുഡ് കീപ്പ് ഓൺ റണ്ണിങ്. ഒരേ സ്ഥലത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കണം എന്ന് പറയുമായിരുന്നു പണ്ട്. കാരണം എന്താ, പുതിയ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇപ്പോൾ പറയുന്നത് യു ഹാവ് ടു കീപ്പ് ഓൺ റണ്ണിങ് അറ്റ് എ ഫാസ്റ്റർ സ്പീഡ് ടു ബി അറ്റ് ദ സെയിം പ്ലേസ്. കുറേ കൂടി വേഗത്തിൽ നമ്മൾ ഓടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു വിജ്ഞാന സമൂഹമായി കേരളത്തിന് വളരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള സംരംഭത്തിന് യുവജനങ്ങൾ നേതൃത്വം കൊടുക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെ നേരിട്ട് കാണാൻ കഴിയാത്തതിനുള്ള വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട്, എങ്കിലും
ഈ ഓൺലൈനായിട്ടെങ്കിലും നിങ്ങളുമായി സംവദിക്കാൻ ഒരവസരം നൽകി എൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഒരു ആശംസ കൂടിയാണുള്ളത്. ഡോക്ടർ സിദ്ദിഖ് നമ്മുടെ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. നമസ്കാരം. ആദരണീയനായ SRP KNB വൈസ് ചാൻസലർ, മറ്റ് വേദിയിലും ഓൺലൈനുമായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വൈകിയ വേളയിൽ വലിയൊരു പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംഘാടക സമിതിൻ്റെ ഭാഗം കൂടിയായതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 25 പ്രസൻറ്റേഷൻ യഥാർത്ഥത്തിൽ ഒരു നവകേരളം എന്നുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു സമീപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള, ചിന്തിക്കാൻ കഴിയുള്ള, എന്നാൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് വിജ്ഞാന സമൂഹത്തിലൂടെ നാളെയുടെ നമ്മുടെ ഭാവിയായിട്ട് നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ചർച്ചകളാണ് ഈ 2 ദിവസവും യഥാർത്ഥത്തിൽ വന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ നമുക്ക് ഒരു ഭാവി കേരളത്തിനെ കൃത്യമായിട്ടും കാണാനും അതിലേക്ക് നമുക്ക് പോകാനും കഴിയും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ, നിങ്ങളെല്ലാവരും പങ്കെടുത്തതിൽ സംഘാടക സമിതിയുടെ പേരിൽ, എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അടുത്തത് നന്ദി പ്രകാശനമാണ്. നമ്മുടെ ഈ സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള അഡ്വക്കേറ്റ് M. രൺധീഷിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ 2 ദിവസമായി ഭാവി കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പ്രസക്തമായ സംവാദമാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തും. സമകാലീന യുവത്വം വളരെ വ്യക്തതയോടുകൂടി ഇക്കഴിഞ്ഞ കേരള ബഡ്ജറ്റിലൂടെ ലോകമലയാളികളും പൊതുസമൂഹമാകിയും ചർച്ചയ്ക്കെടുത്ത വിജ്ഞാന സമൂഹത്തെ സംബന്ധിച്ച ശക്തിമത്തായ ചർച്ചയ്ക്കാണ് ഈ യൂത്ത് സമ്മിറ്റോടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഭാവി കേരളത്തെ സംബന്ധിച്ച ഈ സമഗ്രമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവർക്കും AKG പഠന ഗവേഷണത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ പേരിലും യൂത്ത് സമ്മിറ്റിൻ്റെ പേരിലും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമാപന സെഷനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് നമുക്കെല്ലാം പ്രിയങ്കരനായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയനായ നേതാവ് സഖാവ് S. രാമചന്ദ്രൻപിള്ള സഖാവാണ്. സഖാവിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, വിശേഷ ഈ യൂത്ത് സമ്മിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആദ്യവും അവസാനവും നിറമനസ്സോടെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുൻ MP കൂടിയായ സഖാവ് KN ബാലഗോപാലാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഈ യൂത്ത് സമ്മിറ്റിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച സഖാവ് ഡോക്ടർ V. ശിവദാസനാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കേരളത്തിൻ്റെ പ്രിയങ്കരനായ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇവിടെ സംസാരിച്ച സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ രാജശ്രീ MS, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA VK പ്രശാന്ത്, യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ് സർവീസിൻ്റെ ഡയറക്ടർ സിദ്ദിഖ് റാബിയത്ത്, SFIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് നിതീഷ് നാരായണൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ സമ്മിറ്റിൻ്റെ സംഘടനയിൽ ഏറ്റവും പ്രധാനിയായ ഷഫീഖ് വടക്കൻ, എല്ലാവർക്കും, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെഷൻ്റെ ഈ യൂത്ത് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സംവാദത്തിലെല്ലാം പങ്കെടുത്ത ഗവേഷകർ, ഈ 2 ദിവസം നീണ്ടുനിന്ന ഈ യൂത്ത് സമ്മിറ്റിൽ പ്രബന്ധം അവതരിപ്പിച്ച, ഭാവി കേരളത്തെ സംബന്ധിച്ച മഹത്തായ സന്ദേശങ്ങൾ സമ്മാനിച്ച, നല്ല സംവാദത്തിന് തുടക്കം കുറിച്ച, ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, ഈ സമാപന സെഷനിൽ പങ്കെടുത്തവർക്കും ഉൾപ്പെടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദം.